അത് കഴിഞ്ഞു അല്ലേ? നിസാ നിശ പശ്യതോ മുനെ, അതാണ് ഇനി എടുക്കണ്ട അല്ലേ? അത് തുടങ്ങി, അതെവിടം വരെയായി? ആവശ്യമില്ല. അവിടം വരെ എടുത്തു അല്ലേ? സ്പർശയോഗം വരെയായില്ലേ? അതാ പറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, അപ്പോ നമ്മള് വാദോ ന അനാവലംബ്യ എന്നാണ് പറഞ്ഞു നിർത്തിയതെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ? ഇല്ല. അപ്പോ സംസാരത്തിൽ പ്രസുപ്തനെ മനസ്സിലാക്കുന്നതിന് പരമാത്മാവിൽ പ്രസുപ്തന്റെ പുനരീക്ഷണം ആവശ്യമാണ് എന്നത് പറഞ്ഞു വരുമ്പോൾ വിപ്രതിഷേധാച്ഛ സമഞ്ജസം. ഒരു മൃഗത്തെ ഒരാൾ ആട്, മറ്റൊരാൾ പശു, ഈ ഉദാഹരണമൊക്കെ പറഞ്ഞാൽ തോന്നുന്നു അല്ലേ എന്ന് പറയുന്ന പോലെ. എന്നാൽ അവയിൽ ഒരെണ്ണം സത്യവും രണ്ടെണ്ണം കള്ളവുമാണ്. ഇവിടെ പ്രത്യക്ഷ നിർണയകമാണ്. എന്നാൽ പരമാത്മാവിൽ ആര് നിർണയിക്കും? ശാസ്ത്രനിർണയം മാത്രമാണ് വഴി. അത് പറഞ്ഞാൽ എല്ലാ ശാസ്ത്ര പ്രമാണങ്ങളെയും മുന്നിൽ നിരത്തി പറയുന്നു, എല്ലാവരുടെയും പക്കൽ അവരവർക്കു ചേർന്ന പ്രബല യുക്തികളുണ്ട്. ഏത് മതം എടുത്താലും യുക്തി കൊണ്ടാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് നിർണയിക്കുന്നവരുടെ പോലും ജീവിതത്തിന്റെ ഒരു അംശവും യുക്തി കൊണ്ടല്ല. ഈ വൈകല്യമാണ് മതങ്ങൾ പരാജയപ്പെടുന്നതിന് കാരണമാകുന്നത്. ശാസ്ത്രങ്ങളെല്ലാം യുക്തി കൊണ്ടാണ് നിർണയിച്ചിരിക്കുന്നത്. ജീവിതം യുക്തി കൊണ്ടല്ല എന്നുള്ളതാണ് ജീവിതത്തിന്റെ യുക്തി. അതുകൊണ്ട് ശാസ്ത്രങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അപ്രായോഗികങ്ങളോ അസമഞ്ജസങ്ങളോ ആയിത്തീരുന്നു. പ്രിയാപ്രിയങ്ങളുടെയും യാദൃച്ഛികതയുടെയും രണ്ട് തലങ്ങളാണ് പ്രപഞ്ച നിർദ്ധാരണത്തിന്റെ വഴിയെന്ന് സൂക്ഷ്മദൃക്കുകൾക്ക് എളുപ്പം മനസ്സിലാവും. പ്രിയാപ്രിയങ്ങളെ അവലംബിച്ച് മാത്രമാണ് ലോകമോടുന്നത് ഒരു ഭാഗത്ത് അജ്ഞാനത്തിൽ.
യാദൃച്ഛികതയെ അംഗീകരിച്ചു മാത്രമാണ് ലോകം ഓടുന്നത് അറിവിൽ. ഇതറിയുക എന്നുള്ളത് മാത്രമാണ് ശാസ്ത്രനിർണയം കൊണ്ട് സാധിക്കേണ്ടത്. കാരണം ശാസ്ത്രം എത്ര നിർണയിച്ചാലും കർമ്മത്തിന് മുമ്പിലെത്തുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പ്രിയം വന്ന് നിങ്ങളുടെ ജ്ഞാനത്തെ മൂടിക്കളഞ്ഞ് പഠിച്ച ശാസ്ത്രം മുഴുവൻ വിലക്ഷണമാക്കി ആ കർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ ശാസ്ത്രങ്ങൾ തെറ്റായി ഉദ്ധരിച്ച് നിങ്ങൾ ചെയ്തത് ശാസ്ത്രീയമാണെന്ന് സമർത്ഥിക്കും. അതിനേക്കാൾ മെച്ചമാണ് അറിവില്ലായ്മയിൽ ആ കർമ്മം അതേപടി ചെയ്യുന്നത്. അവിദ്യാ ഉപാസകന്മാർ അന്ധതമസിലും വീഴുന്നു വിദ്യാരതർ അതേക്കാൾ കൂരിരുട്ടിലുമെന്ന് നാരായണ ഗുരു ഈശാവാസ്യത്തിന്റെ തർജ്ജമയിൽ ഈ അർത്ഥത്തിൽ പറയും. അന്ധം തമപ്രവിശന്തി യേ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവതേ ഊവിദ്യായാം രതാഃ. പഠിപ്പെല്ലാം കഴിഞ്ഞ ഒരാളും ഒന്നും പഠിക്കാത്ത ഒരാളും കർമ്മം ഒരുപോലെ ചെയ്യൂ. പഠിച്ചതുകൊണ്ട് കർമ്മത്തിന് ഒരു മാറ്റവും വരും. പഠിക്കാത്തയാൾ തന്റെ കർമ്മത്തെ ന്യായീകരിക്കാത്തിടത്തോളം അറിവിലേക്ക് യാദൃച്ഛികതയിലേക്ക് പോകാൻ അയാൾക്ക് എളുപ്പമാണ്. പഠിച്ചവൻ കർമ്മത്തെ ചെയ്യുന്ന വേളയിൽ അപഗ്രഥിക്കാൻ മനസ്സില്ലാത്തവനാകുന്നു. പഠനം കഴിഞ്ഞ് മറ്റൊരു ദേശത്ത് മറ്റൊരു കാലത്ത് വസ്തുതയെ അപഗ്രഥിക്കുമ്പോൾ ഭാവനാസാന്ദ്രമാക്കി അപഗ്രഥിക്കുന്നു. അതിന് വികാരമില്ലായ്മയുടെ യുക്തികൾ കൊണ്ട് അതിനെ മനോഹരമാക്കുന്നു തന്റെ വികാരത്തെ. അതുകൊണ്ട് അയാൾ കൂരിരുട്ടിലേക്ക് കടന്നു പോകുന്നു. ആധ്യാത്മികതയിൽ വരുന്ന ഈ അപജയമാണ് ലോകം പരിഷ്കാരം കൊണ്ട് നേടുന്നത്. ക്ലാസ്സൊക്കെ കേട്ടിട്ട് ചെല്ലുന്ന നിങ്ങളും നിങ്ങളുടെ മക്കളും കർമ്മം ഒരുപോലെ തന്നെ ചെയ്യാം. പക്ഷെ മക്കൾ ചെയ്തത് ശാസ്ത്രീയമല്ലെന്നും നിങ്ങൾ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്കതിൽ മമതയില്ലെന്നും സംഘമില്ലെന്നും നിങ്ങളതിൽ നിന്ന് ഉയർന്നവരാണെന്നും നിങ്ങൾക്ക് ധാരണയുണ്ടാകാൻ ഈ പഠനം സഹായിക്കുന്നുവെങ്കിൽ അവരെക്കാൾ അജ്ഞാനത്തിലേക്ക് നിങ്ങൾ പതിക്കുന്നു. ടീച്ചറിന് ഇതുവരെ ഇല്ലാത്തൊരു കണ്ണ്. അങ്ങനെ ശരിയാവും. വേണ്ട, നിങ്ങൾ വേണ്ട, ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നു, ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ മമതയില്ലാതെ കർമ്മം ചെയ്യുന്നു എന്ന് ഞാനും ടീച്ചറും ഒക്കെ കൂടി എൻ്റെ ഭക്തരായതുകൊണ്ട് ടീച്ചറും ഞാൻ സന്യാസിയായതുകൊണ്ട് ഞാനും ഒക്കെ കർമ്മം ചെയ്ത വേളയെ വിട്ടിട്ട് മമതയില്ലാത്തവനാണെന്നും മമതയില്ലാതെയാണ് ചെയ്തിരിക്കുന്നതെന്നും പൂർണ്ണ ജ്ഞാനത്തിലാണ് ഈ കർമ്മം ചെയ്തതെന്നും വ്യാഖ്യാനിക്കുമ്പോൾ ആ കർമ്മം ചെയ്യുന്ന അജ്ഞനേക്കാൾ അജ്ഞനാണ് ഞാനും എന്നെ വ്യാഖ്യാനിക്കുന്ന നിങ്ങൾ. അങ്ങനെ കർമ്മം അജ്ഞാനത്തിലാണ്, കർമ്മം മമതാപൂർവകമാണ് എന്ന് ലോകം മനസ്സിലാക്കുന്നത് കൊണ്ടോ മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടോ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ സുഖം നമ്മൾ അജ്ഞാനത്തിലാണ് കർമ്മം ചെയ്തതെന്ന് ലോകം മനസ്സിലാക്കുകയാണ്. കാരണം ബാധ്യതകൾ കുറയും. അതുകൊണ്ട് ഏത് ജ്ഞാനത്തിന്റെ ഭൂമികയിലെത്തിയാലും കർമ്മത്തെ അപഗ്രഥിക്കാൻ ഒരുങ്ങുമ്പോൾ സുഹൃത്തെ കർമ്മം അജ്ഞാനമാണ്, ഇത് അജ്ഞാനത്തിലാണ് എന്ന് പറയാൻ ജ്ഞാനം സമ്മതിക്കുമെങ്കിൽ നാം രക്ഷപ്പെടും. ജ്ഞാനി ജ്ഞാനത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, കാരണം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ജ്ഞാനമല്ല ജ്ഞാനം, അജ്ഞാനം ജ്ഞാനം, ഹിന്ദിയിലാകുമ്പോൾ അങ്ങനെയാ പറയുക. അപ്പൊ അജ്ഞാനത്തെ അങ്ങനെ
മനസ്സിലാക്കിയെടുത്താൽ ജീവിതം സുഖം. അതാണ് ശങ്കരൻ ഇവിടെ പറയുന്നത്. ഇത് വളരെ അടുക്കില് വിപ്രതിഷേധാച്ഛ, ഇത് വളരെ ഭംഗിയായിട്ട് വരുന്നതാണ്. പ്രബല യുക്തികളുണ്ട്. എല്ലാവരും അവരവരുടെ വാദമുഖങ്ങൾ യഥാർത്ഥമെന്ന് കരുതുന്നു. ഇതെടുത്ത ഭാഗമാണ് എനിക്ക് തോന്നുന്നു. പറഞ്ഞതാ, അവരവരുടെ വാദമുഖങ്ങൾ യഥാർത്ഥമെന്ന് കരുതും. ഒരേ കർമ്മം നിങ്ങളുടെ ഒരാളുടെ ഗുരുവും മറ്റൊരാളുടെ ഗുരുവും രണ്ടുപേരാണെങ്കിൽ ഒരേ കർമ്മം നിങ്ങളുടെ ഗുരു ചെയ്തത് മമതാപൂർവകമാണെന്ന് മറ്റവൻ വാദിച്ച് സമർത്ഥിക്കുമ്പോൾ അടുത്ത ക്ഷണത്തിൽ അവന്റെ ഗുരു അതേ പണി കാണിച്ചത് നിർമ്മമമാണെന്ന് വാദിക്കും. ഗുരു പരമ്പരകൾ പോലും ഇന്നങ്ങനെയാണ്. രണ്ടും അങ്ങനെയാണ്, അല്ല രണ്ടും ഇങ്ങനെയാണ്, അങ്ങനെയല്ല. അത് നല്ല രസമാണ്. ഈ വാദിച്ചു വരുന്നതിനിടയിൽ ഒന്നും ശരിയല്ല എന്ന് പറയുന്നതിനിടയിൽ ചോദിക്കുകയാണ്, അപ്പം നിങ്ങളുടെ ഗുരുനാഥൻ ഇങ്ങനെ ഒരു കാര്യം, അത് വേറെ, അത് ഉപമയ്ക്ക് പറ്റുമോ? ഇത് ദൃഷ്ടാന്തത്തിനൊക്കെ അപ്പുറമല്ലേ? ഇതുകൊണ്ട് ഒന്നും തികഞ്ഞില്ലെങ്കിൽ രവിയെ പോലുള്ളവർ രണ്ടു തുള്ളി കണ്ണീരോട് ഒഴുകും. അപ്പം മറ്റൊന്നുറപ്പാവും. ശാസ്ത്രം കണ്ണുനീരിൽ പ്രമാണമാകുന്നത് വേദങ്ങളിലില്ല. ഇത് വളരെ വിചിത്രമാണ് ഈ ലോകം. അടിക്കി പറഞ്ഞതല്ല, വസ്തുത പഠിക്കാൻ പറഞ്ഞതാണ്. വസ്തുത ഇതാണ്. ജ്ഞാനാജ്ഞാനങ്ങളുടെ തലം ഇതാണ്. അജ്ഞാനിയായിരിക്കുന്നവൻ അജ്ഞാനദശയിൽ ഒരു കർമ്മം ചെയ്യുന്നത് മമത കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് അവന്റെ മമത അവനും കണ്ടിരിക്കുന്നവർക്കും തിരിച്ചറിയാമെന്ന് മാത്രമല്ല അതിന്റെ ക്ലേശം അവനിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അവന്റെ വൈയക്തിക അജ്ഞാനത്തിൽ ഒതുങ്ങുന്നു. അവനത് അജ്ഞാനമാണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ കൂടി കർമ്മം എല്ലാം അജ്ഞാനമാണെന്ന് പഠിച്ചു കഴിയുകയും കർമ്മത്തിനുള്ള വാസന പ്രബലമാവുകയും ചെയ്യുമ്പോൾ അജ്ഞാനിയാകാൻ ഇഷ്ടപ്പെടാത്ത വിജ്ഞനായ ഞാൻ എന്റെ അജ്ഞാനാവൃതമായ കർമ്മത്തെ വിജ്ഞാനസമ്മതമാക്കുന്നതിന് നടത്തുന്ന കോലാഹലങ്ങളായി മതം പരിണമിക്കുന്നു. ഇതാണ് ഇന്ന് പ്രശ്നങ്ങളായിത്തീരുന്നത്. അത് അപഗ്രഥിക്കുന്നത് കർമ്മവേളയിലല്ല, കർമാന്തരത്തിലാണ്. ഇത് വളരെ ശക്തമായി അവിടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ പരമാത്മതത്വം വാദവിഷയകമല്ല. അതിന് വാദം വേണ്ട. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ. വാദം വേണ്ട. വാദത്തിന്റെ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ അജ്ഞാനമുണ്ട്. വാദം, ജൽപ്പനം, വിദണ്ഡ ഇതൊന്നും ആ പരമാർത്ഥ വിഷയത്തിലില്ല. പരമാർത്ഥം പകൽ പോലെ പരമാർത്ഥമാണ്. അത് അനുഭവവേദ്യമാണ്. ഏത് അനുഭവവേദ്യമല്ലാത്തതുണ്ടോ അതിനാണ് അനുമാനങ്ങളെയും ഉപമകളെയും ആഗമങ്ങളെയും ആശ്രയിക്കുന്നത്. അവയെല്ലാം വസ്തുതയുടെ പുറത്താണ്. അവയെല്ലാം യുക്തിയുടെ വിഷയമാണ്. അത് കാലത്തിന്റെയും ദേശത്തിന്റെയും പരിക്ലിപ്തതയിൽ ഒതുങ്ങുന്നതാണ്. വ്യക്തി ആദ്യം പരിച്ഛിന്നമായ സ്ഥൂല ജഗത്തിൽ, സ്ഥൂല ദേശത്തിൽ
കാലത്തെ പരിഗണിക്കാതെ കർമ്മം ചെയ്യുന്നവനാണ്. കാലമില്ല. നമ്മുടെ ആരുടെയും കർമ്മത്തിന് കാലമില്ല. കാലത്തെക്കുറിച്ചുള്ളൊരു അറിവും നമുക്കില്ല. വാദവിവാദങ്ങളിലെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, ഭൂമി എന്നത് ഒന്ന് ആകെ ഒരു ദേശമായെടുത്ത് സ്ഥൂലമായ ആ ദേശത്ത് നാം എത്തി നാം ചെയ്ത കർമ്മങ്ങളെ കാലം മാറ്റിവെച്ചിട്ട് പറയുമ്പോൾ മാത്രമാണ് എൻ്റെ കർമ്മങ്ങളെന്ന് എല്ലാ കർമ്മങ്ങളെയും പറയാൻ പറ്റുക. ദേശത്തിൻ്റെ പരിക്ലിപ്തതയെ നിങ്ങൾ ജനിച്ച ദേശം, നിങ്ങൾ വളർന്ന ദേശം എന്നിങ്ങനെ വിഭജിച്ചാൽ കർമ്മമെല്ലാം ഒന്നല്ല. ആകെ സ്ഥൂലമായൊരു ദേശത്തെ മാനസികമായി സങ്കല്പിക്കുകയും മനസ്സിൽ ദേശദേശാന്തരങ്ങളെല്ലാം ഏകദേശമായി രണ്ടർത്ഥത്തിലും ഏകദേശമായി രണ്ടർത്ഥത്തിലും യോജിച്ച് തന്നെ എടുത്തോണം. രണ്ടർത്ഥത്തോടെ ശരിയാണ്. ദേശമായി എടുക്കുകയും ചെയ്യുമ്പോഴാണ് കർമ്മങ്ങൾ എൻ്റേതായി മാറുന്നത്, അല്ലെങ്കിൽ എൻ്റേതല്ല. ഞാൻ മകനായിരുന്നപ്പോൾ എന്തെല്ലാം ചെയ്തു നിങ്ങൾക്ക് വേണ്ടി എന്നത് ഞാൻ എന്തെല്ലാം ചെയ്തു എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ശരിയല്ല. ഞാൻ എന്തെല്ലാം അച്ഛന് വേണ്ടി ചെയ്തിട്ടുണ്ട്, അമ്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അവകാശങ്ങളെല്ലാം വരുന്നത് ആ കർമ്മമെല്ലാം എൻ്റെ എന്ന ദേശബോധത്തിലാണ്. സ്ഥൂലമായ ദേശപരിക്ലിപ്തിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു എന്നത് യുക്തി ഇല്ലാതെ തന്നെയാണ് എല്ലാ കർമ്മവും. ആ കർമ്മത്തെ ദേശത്തിൽ നിന്നും എന്നിൽ നിന്നും വിടുകയും ഭാവനാസാന്ദ്രമായ ഒരു അംശത്തിലേക്ക് കർമ്മത്തെ വളർത്തുകയും ചെയ്യുമ്പോഴാണ് യുക്തിയുടെ അപഗ്രഥനങ്ങൾ ഉണ്ടാവുക. ചെയ്യുമ്പോഴില്ല, അനുഭവിക്കുമ്പോഴില്ല, അപഗ്രഥിക്കുമ്പോഴുണ്ടാകുന്നു. ഇസ് ഇറ്റ് റൈറ്റ്? ശരിയാണ്. അപഗ്രഥിക്കുന്ന ബോധം ദേശത്തിൽ സ്ഥൂലമായി നിൽക്കുമ്പോൾ സൂക്ഷ്മമായ കാലത്തെ നിഷേധിക്കുന്നു. കാലത്തെ നിഷേധിക്കുമ്പോൾ മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ. ദേശം സ്ഥൂലവും കാലം കുറച്ചുകൂടി സൂക്ഷ്മവുമാണ്. കാലം ബോധത്തിലല്ലാതെ സ്ഥൂലമായ പ്രകൃതിയിൽ അറിയുന്നില്ല. ദേശം സ്ഥൂലമായ പ്രകൃതിയിൽ അറിയുന്നുണ്ട്. ദേശകാലങ്ങളുടെ സംയോഗത്തിലേക്ക് വ്യക്തി ഉയരുമ്പോൾ രണ്ടാമത്തെ അറിവിന്റെ പുടത്തിലേക്ക് എത്തുന്നു. സ്ഥൂലമായ ദേശത്തെ നിഷേധിക്കുകയും കാലത്തെ സമാദരണീയമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വ്യക്തി സൂക്ഷ്മത്തിലേക്ക് ഇറങ്ങുന്നു. കാലദേശങ്ങളെ ഉല്ലംഘിക്കുമ്പോൾ അചിരേണ അവൻ ആത്മാവിലെത്തുന്നു. ഇങ്ങനൊരു പ്രക്രിയയുണ്ട്. സാധനയുടെ വളരെ ലളിതവും പരിപക്വവും എളുപ്പമുള്ളതുമായൊരു പ്രക്രിയ. ഇതെടുത്ത് കഴിഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണോ? എന്തായാലും ഈ തരുണത്തിൽ ഇത് അത്യാവശ്യമാണ്.
എങ്ങനെയാണ് വാദവിവാദങ്ങൾ ഇല്ലാതാകുന്നത്? അദ്ദേഹത്തിന് അവിവാദു അവിരുദ്ധ ഇതെടുത്തതാന്ന് തോന്നുന്നു. ഗൗഡപാദൻ അവിടം വരെ ആയില്ല. ഗൗഡപാദകാരിയെ ഇന്ന് സൂചിപ്പിക്കാമെന്ന് പറഞ്ഞ് നിർത്തുക ഇത് എന്ന് പറഞ്ഞാൽ നിർത്തി. വാദം ആവശ്യമില്ല എന്ന് പറഞ്ഞു നിർത്തി. അപ്പം അവിവാദവും അവിരുദ്ധവുമാണ് ആത്മബോധം. വ്യക്തി അവന്റെ പരിച്ഛിന്ന ദേശസങ്കല്പങ്ങളിൽ നിൽക്കുമ്പോൾ സ്വാപ്നികമായ ദേശവും ജാഗരിതമായ ദേശവുമുണ്ട്. ഏതൊരു വിവാഹിതയായ സ്ത്രീക്കും വിവാഹിതനായ പുരുഷനും അവന്റെ വീട് എന്ന ദേശം, അച്ഛനമ്മമാരോടൊപ്പമുള്ള തറവാട് എന്ന ദേശം, അവൻ ഇപ്പോൾ കർമ്മം ചെയ്യുന്ന അവനും ഭാര്യയും ചേർന്ന പുതിയ കുടുംബം എന്ന ദേശം, ഇത് രണ്ടുമല്ലാത്ത സങ്കല്പദേശം എന്ന 3 ദേശത്തോടു കൂടിയതാണ് അവന്റെ കർമ്മമണ്ഡലം. Is it right? Is it right? അവന്റെ കർമ്മമണ്ഡലങ്ങൾ അത്രയും അവന്റെ സ്വപ്നദേശത്തോടുള്ള താരതമ്യത്തിലാകുന്നിടത്തോളം അവൻ കർമ്മം ചെയ്യുന്നത് ഇച്ഛാപൂർവകമാണ്. അനിച്ഛാപൂർവകമായൊരു കർമ്മത്തിലേക്ക് അവൻ ഉയരുന്നത് അവൻ സ്വപ്നദേശത്തെ അറിവുകൊണ്ട് സംഹരിക്കുമ്പോഴും തകർത്ത് കളയുമ്പോഴും മാത്രമാണ്. ഏതൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറും പഠനം കഴിഞ്ഞാൽ അവന്റെ സ്വപ്നദേശം അമേരിക്കയാണ്. ഇന്ത്യയിലായിരിക്കുമ്പോഴും അവൻ രാത്രിയിൽ ഉണർന്നിരിക്കുകയും പഠിക്കാൻ തുടങ്ങുമ്പോഴേ പകലുറങ്ങുകയും ചെയ്യുന്നു. അവന്റെ വാച്ച് കാണിക്കുന്ന സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമല്ല, അമേരിക്കൻ ടൈമാണ്. അവന്റെ ഭാഷയും വ്യാകരണവും അവന്റെ പെരുമാറ്റവും സങ്കല്പത്തിലെ അമേരിക്കയിൽ നിന്നാണ്. ഒറിജിനൽ അമേരിക്ക അവൻ കണ്ടിട്ട് പോലുമില്ല. ശരിയല്ല? ശരിയല്ല? അവന്റെ സാന്നിധ്യവും അവന്റെ പെരുമാറ്റവും അവന് തന്നെയും അവനോടൊപ്പമുള്ളവർക്കും എല്ലായ്പ്പോഴും സംഘർഷമല്ലാതെ ആനന്ദം ഇതുകൊണ്ട് കൊടുക്കുകയുമില്ല. എപ്പോൾ അവൻ അവന്റെ സങ്കല്പജന്യമായ രാജ്യത്തെയും അവന്റെ കർമ്മമണ്ഡലമായ രാജ്യത്തെയും അവന്റെ പരമ്പരാശ്രിതമായ പൂർവ്വരാജ്യത്തെയും ഏകത്ര സമന്വയിക്കുവാനുള്ള ഒരു ബോധം ദേശത്തിൽ ഒതുക്കാൻ കഴിവുള്ളവനാകുന്നുവോ അവൻ ആനന്ദിക്കുകയും അന്യരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയുള്ള നിന്റെ പണി. അവിടെ വാദവിവാദങ്ങൾക്ക് അർത്ഥവുമില്ല. കാലം വിട്, ദേശം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കാലം പറഞ്ഞില്ല, ദേശം മാത്രം വെച്ച് പഠിച്ചാൽ മതി. കാലദേശങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ കാലവും ദേശവുമായിട്ടുള്ള വ്യത്യാസമായിട്ട് പഠിക്കും. പിന്നെ ഈ പറഞ്ഞതൊക്കെ കുളവാകും. ദേശവ്യത്യാസം മാത്രം. അവന്റെ പൂർവാശ്രിതങ്ങളായ പരമ്പരാശ്രിതങ്ങളായ വാസനാജാലങ്ങൾ എവിടെ നിന്ന് ആവിർഭവിച്ചുണ്ടായോ ആ പൂർവാർജിത കർമ്മങ്ങളുടെ വെളിച്ചത്തിലാണ് അവന്റെ വർത്തമാന കർമ്മം എന്നുള്ളത് കൊണ്ട് വർത്തമാന കർമ്മത്തിന്റെ എല്ലാ സംക്ഷോഭങ്ങളും എല്ലാ സംയമനങ്ങളും അവന്റെ പൂർവകർമ്മത്തിൽ നിന്നാണ് ആനയിച്ചു വരുന്നതെന്നതുകൊണ്ട് അവനിൽ സംജാതമായിരിക്കുന്ന പൂർവകർമ്മങ്ങളുടെ വിളഭൂമിയായ ദേശവും അവന്റെ ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ആനയിച്ചു വർത്തമാനത്തിൽ ചെയ്യുന്ന കർമ്മം ഏതൊരു ദേശസങ്കല്പത്തിന്റെ പരിധിയിൽ നിന്നാണോ ആ ദേശത്തെയും ഇത് രണ്ടിനെയും വെല്ലുന്ന
ഏതൊരു സങ്കല്പദേശത്തേക്കാണോ ഉന്നമിട്ടവൻ മനസ്സിനെ ആശ്രയിച്ചു നിൽക്കുന്നത്, ആ ദേശത്തെയും അവന്റെ ഉള്ളിൽ സമന്വയിപ്പിക്കുന്ന തന്ത്രം അറിയാത്തിടത്തോളം വാക്കും പ്രവൃത്തിയും മനസ്സുമായി പൊട്ടിപ്പുറപ്പെടുന്ന മനോവാക്കായ കർമ്മങ്ങൾ അത്രയും അവനിൽ ഉളവാക്കുന്ന സംഘർഷങ്ങൾക്ക് യുക്തി പകരുമ്പോഴാണ് വിവാദവും വൈരുദ്ധ്യവും അവന്റെ ജീവിത സ്വഭാവമായി പൊട്ടിവരുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സമീചീനമായ ഭൂതഭവ്യ ഭവിഷ്യത്തുകളുടെ അന്തരാളങ്ങളറിഞ്ഞ് അവയെ ഏകത്ര യോജിപ്പിക്കുന്ന സമുജ്വലമായൊരു വർത്തമാനത്തിൽ കേന്ദ്രീകരിപ്പിക്കണം. വർത്തമാനം മാത്രമാണ് ചാരുതയുള്ളതെന്നും വർത്തമാനത്തിലാണ് ഭൂതം കരയേറുന്നതെന്നും വർത്തമാനത്തിലേക്കാണ് ഭാവി വന്നുകൊള്ളുന്നതെന്നും വർത്തമാനത്തിൽ നിലകൊണ്ടുകൊണ്ട് ഭൂതഭാവികൾക്കനുസരണമായി കർമ്മത്തെ അപഗ്രഹിക്കുന്നത് അത്രയും അപായമാണെന്നും വർത്തമാന നിഷേധമാണ് അറിവില്ലായ്മയെന്നും തിരിച്ചറിയണം. ഉദാഹരണവും വേണമെങ്കിലാവാം. മനസ്സിലായെങ്കിൽ ഉദാഹരണത്തിന് പോകണ്ട, മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണവും ആവാം. മനസ്സിലായി? വേണം. കഞ്ഞി കുടിക്കാനിരിക്കുന്നു, പ്ലാവില കുത്തിവെച്ചിരിക്കുന്നു, ആ കഞ്ഞിക്ക് കൂട്ടാൻ വിളമ്പി വെച്ചിരിക്കുന്നു. ആ കഞ്ഞി കുടിക്കുമ്പോൾ ആ കഞ്ഞിയുടെ സ്ഥാനത്ത് ആദ്യം ഒരു കപ്പ് സൂപ്പ്, പിന്നെ ചില പലഹാരങ്ങൾ, പിന്നെ കുറച്ച് ചോറ്, അതിനിന്ന കൂട്ടാൻ, അത് കഴിക്കാൻ ഒരു ഫോർക്കും സ്പൂണും കത്തിയും സങ്കല്പമായിട്ടാണ് അമ്മ കഞ്ഞി വിളമ്പിത്തരുന്ന മേശയുടെ അടുക്കൽ ഇരിക്കുന്നതെങ്കിൽ ആ കഞ്ഞി അമ്മയുടെ മുഖത്തേക്ക് എറിഞ്ഞില്ലെങ്കിലും ആ വർത്തമാനം ചാരുതയല്ലാതാക്കുന്ന ഏറ് ആന്തരികമായി നടന്ന് കഴിയുകയും ആ കഞ്ഞി തന്നെ കുടിക്കേണ്ടി വരികയും ചെയ്യുക എന്നുള്ളതാണ് വർത്തമാന നിഷേധങ്ങളുടെ എല്ലാം പൊരുൾ. ഉദാഹരണം മതിയാവും തോന്നും. അതേ കഴിക്കാൻ പറ്റൂ, വേറെ ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. അത് തന്നെ കഴിക്കേണ്ടി വരിക നാളത്തെ കർമ്മങ്ങൾക്ക് രൂപാന്തരപ്പെടേണ്ട കോശങ്ങളായിത്തീരുന്ന ആ കഞ്ഞിയെ നിഷേധിക്കുന്നതിലൂടെ സ്വകോശങ്ങളെ നിഷേധിക്കേണ്ടി വരിക, ആ വിവാദം കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാകാതെ വരിക. അനുസ്യൂതമായി കർമ്മമാണ് ആധുനിക വിദ്യയുടെ വിളഭൂമി. ആധുനിക വിദ്യ ആധ്യാത്മികതയെ അതുകൊണ്ട് ഒരിക്കലും തരില്ല. ലോജിക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഈ കഞ്ഞി പചിച്ച് ഭൂതാഗ്നിയിൽ ധാത്വഗ്നിയിൽ എന്റെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ ശക്തികളുമായി പരിണമിച്ച് ധാതുക്കളായി പരിണമിച്ച് അത് ബലവും ഓജസ്സും തന്ന് ഇതിന്റെ വെളിച്ചത്തിലാണ് എന്റെ നാളുകൾ വർത്തമാനം കൈമാറിക്കൊടുക്കുന്നത്. സദാ സർവദ വർത്തമാന നിഷേധത്തിന്റെ പൊരുളിലൂടെ സാങ്കല്പികമായൊരു ഭാവിയെ ചേർക്കുമ്പോൾ നാളെ ആ ഭാവി
വർത്തമാനമായി തീരുമ്പോൾ അവിടെയും സുഖമില്ലാത്തൊരു ഭാവിക്കുള്ള ദാഹം പരിഷ്കൃതരിൽ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവും. രണ്ടിലേതും നിങ്ങൾക്ക് എടുക്കാം. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ എടുക്കാം. പഴമയിലുണ്ടാവില്ല. അവർക്ക് വർത്തമാനം മാത്രമേ ഉള്ളൂ. ഏത് പഴയ മനുഷ്യനെയും പോയി കണ്ടോളൂ, അവർ വർത്തമാനത്തിലാണ് നിലകൊള്ളുന്നത്. നിങ്ങളുടെ ഒക്കെ വീട്ടിലെ വൈസന്മാരെ പോയി കണ്ടോളൂ. അവർക്ക് നിങ്ങളുടെ സ്വപ്നദർശനങ്ങളൊന്നും മനസ്സിലാവില്ല, അനുമതി തരാൻ മടിയുമില്ല. മോനെ, അതൊന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യമല്ല, നിന്റെ ഈ കണക്കും പരിപാടിയൊന്നും കൊണ്ടുവന്നോളൂ, ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. അന്ന് വാദിച്ച് തകർത്ത മകൻ തന്നെ എല്ലാം തകർന്ന് തെരുവിലേക്ക് ഇറങ്ങാൻ നേരത്ത് അന്നും പറയുക അവന്റെ ന്യായവാദം, അച്ഛൻ അന്ന് ആലോചിച്ച് നോക്കുമെന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ ഈ ഗണി വരികയില്ലായിരുന്നു. ഞാൻ കൊണ്ടുവന്നു, അച്ഛനല്ലേ പ്രായമുള്ളത്, അച്ഛനല്ലേ ലോകപരിചയം. ഇപ്പോഴൊരു വികാരം, അപ്പോഴും വേറൊരു വികാരം. വികാരത്തിൽ മാത്രമുള്ള ജീവിതം, വികാരമുളവാക്കുന്ന ഭൂതഭവ്യ ഭവിഷ്യത്തുകൾ, അതുളവാക്കുന്ന വാദപ്രതിവാദങ്ങൾ, പിന്നെ വർത്തമാനമില്ല. പിന്നെ വർത്തമാനമില്ല. ആ വർത്തമാനം വേറെയാ. അവിടെ പിന്നൊന്നും പറയാനില്ല. അതുകൊണ്ട് അച്ഛൻ തെക്കോട്ടും മകൻ വടക്കോട്ടും തിരിഞ്ഞിരിക്കും. അതല്ലേ വർത്തമാനമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനല്ലേ? പിന്നെ വർത്തമാനമില്ല. ആ വർത്തമാനമില്ലായ്മയാ തെളിയിക്കുന്നേ തെറ്റായിരുന്നു. അത് വളരെ ഇതാണ്. അത് ലോകത്ത് വരുന്നതില്ല. അതുകൊണ്ട് ഇതെല്ലാം ചേർത്ത് വെച്ച് മനസ്സിലാക്കിയാൽ പരമാർത്ഥ തത്വം യഥാർത്ഥത്തിൽ വാദ വിഷയകമല്ല. അപ്പൊ നമ്മൾ ദേശത്തെ പഠിച്ചു. ഇനി എന്റെ രണ്ടാം ഭാഗമുണ്ട്, ദേശകാലങ്ങൾ. ദേശത്തിലാണ് ഈ കർമ്മമെല്ലാം. ദേശത്തെ ഒന്നാകെ ചേർത്ത് വെച്ചാണ് എന്റെ കർമ്മമെന്ന് പറയുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ദേശം എന്റെ ബോധത്തിലായി മാറുന്നു. തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ വഴിയിൽ മറിഞ്ഞു വീണ വണ്ടി കണ്ടിറങ്ങി. അതിലുള്ള ആളുകളെ രക്ഷിക്കാൻ ആശുപത്രിയിലും കൊണ്ടുപോയി ബഹളവും വെച്ച് അയാൾക്ക് കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്ത് അവർക്ക് ചികിത്സയ്ക്കുമൊക്കെയായി ഓടുമ്പോൾ, അവന് പങ്കില്ലാത്തൊരു കാഴ്ചയ്ക്ക് അവൻ പങ്കുവഹിക്കുമ്പോൾ, തിരിച്ച് നാട്ടിലെത്തിയിട്ട് ആ കർമ്മത്തെപ്പറ്റി പറയുമ്പോൾ, ആ കർമ്മം തൻ്റേതാകുമ്പോൾ ദേശം തിരുവനന്തപുരമല്ല, ബോധത്തിലാണ്. ഇപ്പോൾ ബോധത്തിലെ കർമ്മങ്ങൾ ഭൂതഭവ്യ ഭവിഷ്യത്തുകൾ കലർന്നുമാണ്. അത് മാത്രമായൊരു അവതരണം അവന്റെ ബോധത്തിന് ആവില്ല. അവന്റെ ഇച്ഛയ്ക്കും അവന്റെ സങ്കല്പനങ്ങൾക്കും അവൻ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായും മാത്രമേ ഏതൊരാൾക്കും അജ്ഞാനത്തിലും ജ്ഞാനത്തിലും ഒക്കെ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും. അതിലൊരു പ്രാവശ്യം പറയുമ്പോൾ ഒരാൾ ആ കാണിച്ചു കൂട്ടിയതിനിടയിൽ അവരുടെ ഒരു മാല കണ്ടില്ല എന്നുള്ളത് ഇവൻ എടുത്തോ എന്ന ശങ്ക തോന്നിയാൽ അടുത്ത പ്രാവശ്യത്തെ പറച്ചിലിൽ ഇവൻ എടുത്തിട്ടില്ല, വേറൊരുത്തനാണ് എടുത്തതെങ്കിലും
അത് തന്റെ പേരിലേക്ക് യുക്തി കൊണ്ട് വരുമോ എന്ന് സംശയം തോന്നിയാൽ അടുത്ത സംഭാഷണത്തിൽ മാല മാറ്റിയേ സംഭാഷണമുള്ളൂ. ശരിയല്ല. ഇവനെടുത്തിട്ടൊന്നുമില്ല. എന്നാൽ പോലും അത് വാക്കുകൊണ്ട് നമ്മുടെ നേരെ തിരിഞ്ഞു വന്നാൽ ഒരു പെരുപ്പുണ്ടാവും. പോലീസിന്റെ 2 ഇടി പുറത്തു കൊണ്ട ഒരു വേദന ഭാവനയിലുണ്ടാവും. നിരപരാധിയായ എന്നെ, കഴിഞ്ഞ ആഴ്ചയാണ് ഒരു നിരപരാധിയെ കെട്ടിത്തൂക്കിയതെന്ന പത്രവാർത്തയും കൂടെ വരുമ്പോൾ ഇടി ഞാൻ വാങ്ങിച്ചത് തന്നെ. അതുകൊണ്ട് ഇനിയുള്ളവരോട് പറയുമ്പോൾ മാല മാറ്റിയൊരു ലോകമാണ് ഭാവന വരുന്നത്. ഇങ്ങനെ ആദ്യം മുതൽ 50 പ്രാവശ്യം പറയുന്നത് സംയോജിപ്പിച്ച് മുമ്പിൽ വെച്ചാൽ 50 കഥകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ഈ ലോകത്തിലെ എല്ലാം. ലോകം അങ്ങനെയാണ് പെരുകുന്നത്. ഇത് ദേശം. ആ ദേശത്തിലേക്ക് കാലമെന്ന സൂക്ഷ്മവസ്തു കൂടി വരുമ്പോൾ, പറയുന്നത് 2 കാലത്തിലാകുമ്പോൾ, പറയുന്നവനിൽ കാലം വരുത്തിയ മാറ്റങ്ങൾ അവൻ അറിയാതെ അതിൽ സന്നിവേശിക്കുമ്പോൾ, പന്ത്രണ്ട് വയസ്സിലെ ഒരു കാര്യം, ഒരനുഭവം 25 വയസ്സിലൊരാൾ അപഗ്രഥിക്കുമ്പോൾ 12 വയസ്സിന്റെ ബുദ്ധിവൈഭവത്തിലല്ല അപഗ്രഥിക്കുന്നത്, കാലം അതിന്മേൽ നടത്തിയ തിരുവെഴുത്തുകൾക്ക് അനുഗുണമായ വർണ്ണചിത്രങ്ങൾ നൽകിയാണ് വർണ്ണിക്കുന്നത്. ശരിയല്ല. 8.5 വയസ്സിൽ കുത്താൻ വന്ന പശുവിനെ കൈ കാണിച്ചപ്പോൾ കൈക്കുള്ളിൽ ഓങ്കാരം വന്നതും പശു നിന്നതുമാണ് ഞങ്ങൾ അത്ഭുതമായി 38-ാമത്തെയോ 50-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ഭക്തന്മാർ ഇത് കയ്യിൽ വന്ന ഓങ്കാരത്തിൽ നിന്ന് തരംഗങ്ങൾ പശുവിന്റെ നെറ്റിയിലേക്ക് വന്നതും അപ്പോഴുണ്ടായ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു ഗുരു പറഞ്ഞു തന്നതുപോലെ എന്നാണ് രവി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കാലം നടത്തുന്ന തിരുവെഴുത്തുകളുണ്ട്. യാതൊരാൾ ദേശത്തിൽ നിന്ന് ദേശകാലങ്ങളിലേക്കും ദേശകാലങ്ങളിൽ നിന്ന് ദേശകാലാതീതമായ തന്റെ ബോധത്തിലേക്കും വികസിക്കുന്നുവോ അവൻ മാത്രമേ അവിവാദവും അവിരുദ്ധവുമായ അറിവിന്റെ ലോകങ്ങളിലെത്തുകയുള്ളൂ. ഇതാണ് ശുദ്ധമായ മുക്തമായ ആധ്യാത്മികത. ഇതിന് വേറെ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ചെയ്താലും ഇതിലെത്തിയില്ലെങ്കിൽ എത്തില്ല. കാലദേശ പരിക്ലിപ്തിയുടെ കാലിക പ്രസക്തിയുള്ള സംഭവങ്ങളുടെ ലോകങ്ങളിൽ മമത കൊണ്ടിരിക്കുന്നിടത്തോളം കാലദേശാധിവർത്തിയായ തന്റെ ബോധത്തെ അനുമിക്കാൻ പോലും പറ്റില്ല. അത് അറിയുമ്പോൾ മൗനിയല്ല. കാരണം ഇപ്പോൾ നിങ്ങളത് അറിയുകയാണല്ലോ. അത് ആസ്വദിക്കുന്നതൊരറിവാണ്. ശരിയാണ്. ഇപ്പോൾ നിങ്ങൾ മൗനിയല്ല. ആ ആസ്വാദനത്തിന്റെ സൂക്ഷ്മതലങ്ങളിൽ നിങ്ങൾ മൗനിയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ മൗനിയാണ്. എപ്പോൾ നിങ്ങൾ ജാഗരിതത്തിലേക്ക് ഉണർന്നു വരുന്നുവോ അപ്പോൾ ഈ മൗനം വെടിയുകയും ഈ മൗനം വെടിയുന്നത് അത്രയും ദുഃഖമായി തീരുകയും ചെയ്യുന്നു. ഈ ഉണർവും ഈ മൗനവും തന്റെ അപഗ്രഥനത്തിന് വിധേയമായാൽ ഈ മൗനത്തിന്റെ സുഖം ആസ്വദിക്കുന്ന ഒരു നാൾ യാദൃച്ഛികമായ മൗനം സംജാതമാകുന്നത് അറിവായിത്തീരുന്നു. മനസ്സിലായില്ല? ഇപ്പോൾ ഇത് കേട്ടാൽ മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ശരിയെന്നൊരു തോന്നലുള്ളിലുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എങ്കിൽ അതൊരു മൗനമാണ്. ഇത് അന്യവൃത്തികളെ, അടുത്തിരിക്കുന്നവന്റെ വൃത്തിയെ അപഗ്രഥിക്കാൻ ഉണരുന്നുണ്ടോ? ദൃശ്യമായി അത് ഉണർന്നു വരുന്നുണ്ട്. ആ മൗനം നഷ്ടപ്പെടുന്നുണ്ട്.
അത് തന്റെ ബോധത്തെ അപഗ്രഥിക്കുവാൻ ആന്തരികമായ ചേതനയെ പ്രേരിപ്പിക്കുന്നുണ്ടോ, അത് അനുകൂലമായൊരു ശബ്ദമായി രൂപാന്തരപ്പെടുന്നുണ്ട്. അങ്ങനെ തന്റെ കർമ്മത്തെയും തന്റെ കർമ്മമില്ലായ്മയെയും അപഗ്രഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിൽ പിണ്ടാണ്ടത്തിൽ നിന്ന് ബ്രഹ്മാണ്ട വിസ്തൃതമായി സത്യം തനിക്ക് ബോധ്യമാവുകയും തന്നെ അഗാധമായ മൗനത്തിലേക്ക് അത് എത്തിക്കുകയും ചുറ്റുപാടും നടക്കുന്നതെല്ലാം അവശ്യം ഭാവിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിലാണ് വാദവിവാദങ്ങളെല്ലാം ഒടുങ്ങിയ അനുഭൂതിയുടെ ഒരു ലോകത്തിലേക്ക് സാധകൻ സാധ്യമായി എത്തിച്ചേരുന്നത്. അതിലിടയ്ക്ക് കോമ ഇടേണ്ടിടത്തൊക്കെ ഇട്ടോണം നിങ്ങൾ എഴുതുകയാണെങ്കിൽ. പറയുമ്പോൾ എനിക്ക് കോമ ഇടാനും കൂടെ നേരം കിട്ടുകയില്ലാത്തത് കൊണ്ട് ചിലർ കോമ ഇടാതെ എഴുതിയാൽ ഇത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നുകൂടെ അത് അതുപോലെ പറയാനാവില്ല, വേറെ രൂപത്തിൽ പറയാം. അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് അതുപോലെ പറയണമെങ്കിൽ ആ വയസ്സ് കഴിഞ്ഞു പോയി, കാലം പോയി. അത് പിന്നെ വീണ്ടും അതുപോലെ കേൾക്കണമെങ്കിൽ ടേപ്പ് ഓൺ ചെയ്യല്ലാതെ ഒരു പണി നടക്കുക. അതായത് ഒരു സാധകൻ അവന്റെ ബോധതലത്തിലേക്ക് ഇത് അനുമിച്ച് കഴിഞ്ഞാൽ, ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു ക്ഷണനേരത്തെ മൗനമുണ്ട്. അത് മനസ്സിലായി. അതിൽ നിന്ന് ചിലർക്ക് വളരെ വേഗത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യാവുന്ന, ചിലർക്ക് ആലോചിച്ച് ആക്സെപ്റ്റ് ചെയ്യാവുന്ന, ചിലർക്ക് അപഗ്രഥിച്ച് വേറൊന്നാക്കി ആക്സെപ്റ്റ് ചെയ്യാവുന്ന പല തലങ്ങളുണ്ട്. എത്ര സമയം വൈകുന്നുവോ അത്ര കണ്ടത് അജ്ഞാനത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ കേൾക്കുന്ന മാത്രയിൽ തന്നെ ആന്തരികമായി അതിന്റെ സത്യതയെ ബോധ്യമാവുകയും ആ ഒരു നിമിഷത്തെ മൗനത്തിൽ നിന്ന് ഇതാണല്ലോ ശരിയെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ കാലദേശങ്ങളെ ഉല്ലംഘിക്കുന്ന ഈ അവസ്ഥയാണ് ശരി എന്ന് തോന്നുമ്പോൾ ഒരാനന്ദം കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത നിമിഷം തന്റെ അടുത്തിരിക്കുന്നവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ കാലദേശാതീതമാണോ എന്ന് അപഗ്രഥിക്കാനേ പോകുമ്പോഴേക്ക് ഇവൻ കാലത്തിൽ നിന്ന് ദേശത്തിലേക്ക് തന്നെ സ്ഥൂലമായി പതിക്കും. മനസ്സിലായില്ല? ചോദ്യകർത്താവായ ലക്ഷ്മണൻ വത്സന്റെ കർമ്മത്തിലേക്ക് പതിക്കുമ്പോൾ ലക്ഷ്മണൻ കാലത്തെ വിടുകയും സൂക്ഷ്മമായ കാലത്തെ വിടുകയും ദേശത്തിലേക്ക് മാത്രമായി പതിക്കുകയും ചെയ്യും. കാരണം ലക്ഷ്മണന്റെ ബോധത്തിലെ ദേശമാണ് വത്സനും ചുറ്റുവട്ടങ്ങളും, കാലമല്ല. മനസ്സിലായി? അതിസ്ഥൂലമായ ഈ ദേശത്തേക്ക് പതിക്കുമ്പോൾ ഈ ജ്ഞാനം നഷ്ടമാവുകയും ദുഃഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് പഠിച്ചാൽ കൂടി. ക്ലിയറായി? ഫസ്റ്റ് പാർട്ട് ക്ലിയറായി? നോക്കിയോളൂ ഈ രണ്ട് ഉദാഹരണം. അപ്പം നിങ്ങൾക്ക് എളുപ്പമായി. അവർക്ക് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോ ലക്ഷ്മണൻ വത്സനിലേക്ക് പതിക്കുമ്പോൾ ആ പതനത്തിൽ വെച്ച് സ്ഥൂലമായ ദേശം എന്നത് സംജാതമാവുകയും ആ ദേശബോധത്തിലേക്ക് സ്ഥൂലമായി തീരുകയാൽ ജഗത്തുണ്ടാവുകയും അതിന്റെ കൽപ്പനാവൈഭവങ്ങൾ ബോധത്തിൽ പൊട്ടിമുളയ്ക്കുകയും ബോധം തന്നെ ദേശമായി തീരുകയും ചെയ്യും. അഗ്രി? വാദവിവാദങ്ങൾക്കത് വഴിവെക്കുകയും ദുഃഖമുണ്ടാവുകയും ചെയ്യും. ലക്ഷ്മണന്റെ കർമ്മത്തെ അടുത്ത നിമിഷം ഇതേ രീതിയിൽ നോക്കുവാൻ ഇടയായാൽ ലക്ഷ്മണൻ ദേശത്തെ വിടുകയും കാലത്തിലേക്ക് ദേശം ചേർത്ത് പതിക്കുകയും ചെയ്യും. അതാണ് ഇമ്പോർട്ടൻസ്. എന്റെ കർമ്മത്തിലേക്ക്, എന്റെ കർമ്മം എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുകയും ഞാൻ ചെയ്യുകയും എന്ന് പറയുന്ന കാലാനുമേയമാണ്. മനസ്സിലായില്ല? ചിന്തിക്കുന്ന ഞാൻ, കർമ്മം ചെയ്യുന്ന ഞാൻ, ചിന്തയുടെയും കർമ്മത്തിന്റെയും ഇടയിലുള്ള കാലത്തെ അനുമിക്കുവാൻ കഴിയുന്ന, കാലം ചേർത്ത കർമ്മം ചെയ്യുന്ന ഒരു ദേശമായി എന്റെ ബോധം മാറുമ്പോൾ കർമ്മം അനിച്ഛാപൂർവകമായി തീർന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മൗനത്തിലേക്ക് തിരിച്ചു വരും. മനസ്സിലായില്ല? മറ്റതിൽ തിരിച്ചു വരാത്ത അജ്ഞാനത്തിന്റെ ലോകങ്ങളിലേക്ക് ഞാൻ പോകും. അതിൽ പ്രിയാപ്രിയങ്ങൾ ഉണ്ടാക്കുന്ന സുഖം മാത്രമേ ഉണ്ടാവൂ. കാരണം അന്യനിലാണ് എൻ്റെ കർമ്മം കിടക്കുന്നത്. അവിടെ പ്രിയമാണ് സുഖം, അപ്രിയമാണ് ദുഃഖം.
പ്രിയാപ്രിയങ്ങളേ ഉള്ളൂ. എന്റെ കാലാനുമേയമായ കർമ്മത്തിൽ പ്രിയാപ്രിയങ്ങൾക്ക് പ്രസക്തിയില്ല. മനസ്സിലായില്ല? കാരണം എന്റെ കർമ്മത്തിന് പ്രിയമെന്ന ഒരക്ഷമേ ഉള്ളൂ. വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ശരിയല്ല. പിന്നല്ലാതെ നിങ്ങളുടെ മകൾ ചെയ്യുന്ന കർമ്മം നോക്കിക്കാണുമ്പോഴാണ് നിങ്ങളെ അംഗീകരിച്ചു, അവള് ഇരിക്കെന്ന് പറഞ്ഞു, അതിനിടയ്ക്ക് നിങ്ങളോടൊന്ന് ചോദിച്ചു ഇത് ചെയ്തോട്ടെ, അത്രയും മതി, പ്രിയായി. ഞാനിവിടെ ഒന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അവിടെ കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല. അവിടെ അമ്മയുടെ 16. നിങ്ങളുടെ ഭാഷ അതുപോലെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അത് കേട്ട് ഞെട്ടാനൊന്നുമില്ല. ഞാനത് ഒരുമാതിരി സഭ്യതയുള്ളത് പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ എല്ലാം പറഞ്ഞാൽ എറണാകുളത്തെ ചാണകം മുഴുവൻ കുടിച്ചാലും എന്റെ വാ ശുദ്ധമാവില്ല. അതൊക്കെ നിങ്ങൾ കേട്ടതായി കൂട്ടിക്കൊള്ളുക, ഞാൻ പറഞ്ഞതായിട്ട് കൂട്ടണ്ട. സങ്കേതം കൊണ്ട് പഠിപ്പിക്കാൻ എളുപ്പമല്ലേ? അല്ലെങ്കിൽ ഞാൻ മണിയേട്ടനെ വിളിച്ചോണ്ടരാം. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ മണിയേട്ടൻ പറയട്ടെ. ശരിക്കെന്തൊരു സന്തോഷം. കാരണം ഞാൻ ആനന്ദം എന്ന് പറഞ്ഞില്ലല്ലോ. ഇത് അത്രയേ ഉള്ളൂ ലോകം. ലോകം അത്രയേ ഉള്ളൂ. എന്നെ ഒന്ന് അംഗീകരിച്ച് അഗ്രപൂജ തന്ന് ആ പലകയിലൊന്നിരുത്തി. കാരണം കർമ്മം മറ്റൊരുവനിലേക്ക് കടന്നു പോകുമ്പോൾ പ്രിയാപ്രിയങ്ങൾ അഹന്തയ്ക്കനുഗുണമായി രൂപാന്തരപ്പെടും. എന്റേതായ കർമ്മങ്ങളിലേക്ക് ഞാൻ പതിക്കുമ്പോൾ പ്രിയാപ്രിയങ്ങളില്ല, പ്രിയം മാത്രമേ ഉള്ളൂ. അതിന്റെ ഏത് തെറ്റും എന്റെ വ്യാഖ്യാന കൗശലങ്ങളിൽ ശരികളാണ്. ശരിയല്ലാത്ത ഒരു കർമ്മവും ഒരു ഞാനും ഒരിക്കലും ചെയ്യില്ല. അതല്ലേ ശരിയെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃത്വം വരുന്ന എല്ലാ കർമ്മങ്ങളും എല്ലാവരും ശരിയാണ് ചെയ്യുന്നത്. ഞാനെന്ന കർത്തൃത്വം വിടുന്ന എല്ലാ കർമ്മങ്ങളും അഹന്തയെ ആശ്രയിച്ചു വരുന്ന പ്രിയാപ്രിയങ്ങളിൽ തെറ്റും ശരിയുമാണ്. ഇത്രേ ലോകനീതിയുള്ളൂ. ലോകാരംഭം മുതൽ ഇന്നുവരെ എഴുതിവെച്ച നിയമങ്ങളൊക്കെ വേറെ. അതിനൊന്നും ഈ ചർച്ചയിൽ പ്രസക്തിയില്ല. ഒരു പ്രസക്തിയില്ല. നിരപരാധിയെ വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും അപരാധിയെ വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും അതിലുൾപ്പെട്ടവരുടെ പ്രിയാപ്രിയം മാത്രമല്ല, ഒരു കോടതി നിയമവുമില്ല. ലോകത്ത് ഇന്നുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യവും പ്രിയാപ്രിയങ്ങളിലാണ്. ഈ പ്രിയാപ്രിയങ്ങളുടെ ആവിർഭാവത്തിന് ഹേതു പ്രകൃതി ആയതുകൊണ്ട് അതാണ് അർഹിക്കുന്നത്. ലോകം എത്ര വട്ടം നിയമങ്ങൾ എഴുതി വെച്ചാലും ലൗകിക നീതികളിൽ ഒരിക്കൽ പോലും ജാഗ്രത്തിനെ അവലംബിച്ചുള്ള നീതിക്ക് പ്രസക്തി ഉണ്ടായിരിക്കില്ല. പ്രിയാപ്രിയങ്ങൾക്ക് മാത്രമേ പ്രസക്തി ഉണ്ടായിരിക്കൂ. അത് പ്രതീക്ഷിക്കുന്നവൻ ആനന്ദിക്കുന്നു. ലൗകികമായ തന്റെ പരിക്ലിപ്തിയുള്ള ദേശകർമ്മങ്ങളെ അവലംബിച്ച് അതിനെ മാത്രം അപഗ്രഥിച്ച് നീതിയെ പ്രതീക്ഷിക്കുന്നവനെല്ലാം ദുഃഖിക്കുന്നു. നടക്കുന്നതെല്ലാം നീതിയാണ്, ചിന്തിക്കുകയല്ല, നീതിയാണ്, അർഹിക്കുന്നതാണ്. അതിന്റെ നിയാമകത്വം ഭൂമിയിലല്ല, മനസ്സിന്റെ ദേവതാലോകങ്ങളിലാണ്. So things are doing in the higher level, not in the lower level. തലേ ദിവസം രാത്രി എഴുതി വെച്ച വിധി
കുഞ്ഞിനെയും എടുത്തൊരു സ്ത്രീ ചെന്ന ജഡ്ജിയെ ഒന്ന് കണ്ടു. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളും നടത്തി മകൾക്ക് അമേരിക്കയിലേക്ക് പറക്കാനുള്ള കാശും പ്രതിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് എല്ലാം തലേ ദിവസം എഴുതി വെച്ചത് മകളുടെ ജീവന് പോലും അപകടം വരും, അത്ര കൊള്ളസംഘമാണ് ഇതിൽ പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ പോലും ഒരേ ഒരു പ്രിയം കൊണ്ട് മേടിച്ച കാശിനെ പോലും മറന്ന് വിധി മാറിപ്പോകും. നേരെ മറിച്ച് വക്കീലന്മാരുടെ വാദമുഖങ്ങൾക്കൊന്നും ഒരു പ്രസക്തി അവിടെ ഉണ്ടാവില്ല. പിന്നെ ആകെ വാദം കേൾക്കുന്നവന് പോരുകോഴികളെ പോലെ വക്കീൽ പൊരുതിയിട്ടുണ്ടെന്നുള്ളൊരു സമാധാനത്തിലാണ് വിധി എതിരായാലും സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നത്. അതിനുള്ള ഡെസ്കിനിടിയും ഭാഷാചാതുര്യവുമൊക്കെ ഉള്ളവൻ തൽക്കാലം കാശുണ്ടാക്കും. അത്രയേ ഉള്ളൂ ഈ നിയമം. ഞാനായാലും നിങ്ങളായാലും. There is no exception to this rule. എക്സെപ്ഷൻ ഇല്ലാത്ത റൂള് പരമമായ സത്യം. അതിനെ നിർണയിക്കുന്നത് പരമസത്യത്തിൽ നിന്ന് അതവിടെ. ഇൻ ദ ഹയർ ലെവൽ, ഇൻ ദ ഹയർ കോർട്ട്. എല്ലാ താഴവിധിയും മോളിലെ വിധിയെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും അപ്പോഴപ്പോൾ അവയെ രൂപപ്പെടുത്തുന്നതും ഏറ്റവും ഹയർ ലെവലിലാണ്. Nothing can be done in the lower level. ഇത്രയും പഠിച്ചാൽ ഭക്തിയായി. ഇത്രയും പഠിക്കാതെ ഈ പ്രവേശനം ഈ സാമ്രാജ്യത്തിലേക്കില്ല. എങ്ങനെ തലകുത്തി നിന്നാലും നാളെ രാവിലെ എഴുന്നേറ്റ് സ്വാമി നിർമ്മലാനന്ദഗിരിയുടെ വലത്തേക്കാലിൻ്റെ തള്ളവിരലിൽ നിങ്ങളുടെ വലത്തേക്കാലിൻ്റെ തള്ളവിരൽ കൂട്ടിക്കെട്ടി മോളിക്കൂടെ ഒരു തുണിയിട്ട് മന്ത്രദീക്ഷ തന്നാലും ഈ സാമ്രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ബോധമല്ലാതെ മറ്റു വഴിയില്ല. ഇത് മാത്രാ വഴി. അത് നേടിയാലും നേടിയില്ലെങ്കിലും കിട്ടും. നേടിയതുകൊണ്ട് കുഴപ്പമില്ല, നേടാതിരുന്നാലും കുഴപ്പമില്ല. നേടിയവർ വിഷമിക്കണ്ടെന്ന് സാരം. അതിന് പറഞ്ഞതല്ല. കാരണം നേടാത്തവർ ഇറങ്ങിക്കഴിയുമ്പോൾ നേടിയവനെ നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ നേടിയവൻ നേടാത്തവനേക്കാൾ ഭേദമാകും. അത് വേണ്ടാന്ന് ഓർത്താണ്. അങ്ങനെയും കൂടി ഇതിനകത്തൊരു കെണിയുണ്ട്. കാരണം എവിടെയാണോ കുഴപ്പം അതിലേക്കായിരിക്കും മൈൻഡ് പോകുന്നത്. അത് വേണ്ട. ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ലോകമാണ് സാർത്ഥകമായ ലോകം. എല്ലാ കർമ്മങ്ങളും. പിന്നെ കർമ്മം ചെയ്യുന്നു എങ്കിലും ചെയ്യുന്നു എന്നത് തോന്നൽ മാത്രമാണ്. തോന്നൽ മാത്രമാണ്. എല്ലാം വെറും തോന്നൽ മാത്രമാണ്. വെറും കൂടെ വേണം. മലർവാടിയും മരുഭൂമിയും രണ്ടും സ്വപ്നം. അതിലേക്ക് ഉയരണം. ആദ്യം ദേശം. അതാണ് അപരനെ ചിന്തിക്കാനുള്ള പ്രേരണകളെല്ലാം. ദേശകാലങ്ങൾ സംയോജിക്കുമ്പോഴാണ് ഞാനെന്ന ബോധത്തിൽ വരുന്നതും പ്രിയം മാത്രമാകുന്നത്. ഋണാത്മകമായ അപ്രിയം പോവുകയും ധനാത്മകമായ പ്രിയം മാത്രം സംജാതമാവുകയും ദേശം കാലത്തിൽ വിലയം പ്രാപിക്കുകയും കാലം അചിരേണ ഇല്ലാതായി കാലാതീതമാവുകയും ചെയ്യുമ്പോൾ സാധകൻ സാധ്യത്തിലേക്ക് എത്തുന്നു. കേൾക്കാനെങ്കിലും സുഖമുണ്ടോ? അനുഭവം ഇവിടെ. ഇത് കേൾക്കാനെങ്കിലും സുഖമുണ്ടോ? ഈ പ്രക്രിയ കാണാവോ നമ്മുടെ കർമ്മത്തിൽ? 3 തല ചോദിക്കുന്നത്. ഈ പ്രക്രിയ കേൾക്കാനെങ്കിലും സുഖമുണ്ടോ? ഉണ്ടെന്ന് ഉത്തരം പറഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യമായി. ഈ പ്രക്രിയ കാണാവോ നമ്മുടെ കൺമുമ്പിൽ ഭാവനയിൽ?
നാം അപരന്റെ കർമ്മങ്ങളിലേക്ക് പോകുന്നതും ദേശപരിച്ഛിന്നതയിൽ ഒതുങ്ങുന്നതും അവിടെ കോപാദികൾ ഉണ്ടാകുന്നതും അവിടെ നിന്ന് പൊട്ടിവിടരുന്നതായ ഭാവനാസാന്ദ്രമായൊരു കർമ്മത്തിലേക്ക് നാം ഉപ്പുകുത്തുകയും ആ കർമ്മത്തോട് അപരന്റെ കർമ്മത്തെ താരതമ്യം ചെയ്യുകയും അവന്റെ പ്രശ്നങ്ങളോ എന്റെ പ്രശ്നങ്ങളോ ലോകന്റെ പ്രശ്നങ്ങളോ ഏതുകൊണ്ടെന്നറിയില്ല അതെന്നെ തപിപ്പിക്കുകയും പ്രിയാപ്രിയങ്ങളുടെ ലോകത്തിലെത്തിക്കുകയും ചെയ്യുന്നത് എന്റെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ രംഗവേദിയെ എന്റെ കൺമുമ്പിൽ വെച്ച് എനിക്കിപ്പോൾ കാണാമോ? രണ്ടാം ചോദ്യതാണ്. കാണാം എന്ന് പറയുന്നവർക്ക് രണ്ടാം ഘട്ടത്തേക്ക് പ്രവേശനമായി നേരിടും. ഇതാണല്ലോ എന്നെ ഇത്രയും കാലം പറ്റിച്ചത്. ഇതാദ്യം ഒന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും രക്ഷപ്പെടുമായിരുന്നില്ലേ എന്ന് മൂന്നാം ഘട്ടത്തിൽ തോന്നിയാൽ എന്നിലേക്ക്, എന്റെ കർമ്മത്തിലേക്ക് ഞാനൊതുങ്ങി എന്റെ ആദിമ സംസ്കൃതി മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്ത കർമ്മങ്ങൾ അത്രയും ശരിയാണെന്ന് വാദിക്കുന്ന എന്നെ, അത് ഞാൻ ഇന്നതുകൊണ്ടാണ് ചെയ്തത്, അതിന്റെ ലോജിക്ക് ഇന്നതാണ് എന്ന് ചെയ്തു കഴിഞ്ഞ് മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ബോധ്യമില്ലാത്തപ്പോൾ പോലും വാക്കുകൾ തീർക്കുമ്പോൾ അത് വളരെ രസമാണ്. ചില കർമ്മങ്ങളൊക്കെ ആകെ കുളമായി കഴിഞ്ഞ് നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് വിചാരിക്കുന്ന ചിലരുടെ അടുക്ക ചെന്ന് അതിൽ നിന്ന് മോചനം നേടാനുള്ള ഉപദേശത്തിനില്ല. പോയിട്ടുണ്ടോ? ഇല്ല. പോയിട്ടുണ്ടോ? ഇല്ല. ഉപദേശം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? രണ്ടിലേതെങ്കിലും മതി. ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ രണ്ടിലേതെങ്കിലും വേണം. ഒന്നുകിൽ ചിലരുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലും, മഹാപുരുഷന്മാരാണെന്നൊക്കെ വിചാരിക്കുന്നവരുടെ അടുക്കൽ ഇതൊക്കെ ഒന്ന് തുറന്നു വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹമൊക്കെ കിട്ടി, ഒരു പരിലാളനയൊക്കെ കിട്ടി, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ആചാര്യൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആള് എന്ന് വിചാരിച്ച് നമ്മൾ ചെന്ന് പതുക്കെ ഈ കർമ്മങ്ങളെല്ലാം പറയുന്നതിനിടയിൽ എപ്പോഴെങ്കിലും അയാളുടെ ലോജിക്ക്, ആ കേൾവിക്കിടയിൽ അയാളുടെ ലോജിക്കിന്റെ ഒരു അംശം കയറി വരുന്നു എന്ന് തോന്നിയാൽ പെട്ടെന്ന് അതുവരെ പറഞ്ഞ ലാളിത്യവും അതുവരെ പറഞ്ഞ സൗമ്യതയും അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആ അപേക്ഷാസ്വരവും അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന തൻ്റെ ദുഃഖങ്ങളും മാറുകയും താനത്ര ദുഃഖത്തിലൊന്നുമല്ല, നിങ്ങൾ ദുഃഖത്തിലാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ ഉപദേശം കേൾക്കുന്നവൻ ഉപദേശിയും മറ്റേയാൾ ഉപദേശം അപേക്ഷിച്ചു വന്നവനുമായി മാറുന്ന സംക്ഷോഭജന്യമായ ഒരു ബിന്ദുവുണ്ട്. കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അവിടെ നിങ്ങൾക്ക് ഇത് മുഴുവൻ ഒന്ന് കലക്കി എടുക്കാം, അവിടെ നിങ്ങൾക്ക് ഒന്ന് പിൻവാങ്ങി ശാന്തമാക്കിയും എടുക്കാം. ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. അബദ്ധം കാണിച്ച നിങ്ങളുടെ കൊച്ചുമകനോ കൊച്ചുമകളോ വല്യമ്മയുടെ അടുക്ക വന്ന് അത് വരാനുള്ള കാരണങ്ങൾ അച്ഛനാണെന്നും അമ്മയാണെന്നും ചുറ്റുപാടുകളാണെന്നും താനല്ലെന്നുമൊക്കെ സമർത്ഥിച്ച് ഒരു സമാധാനത്തിൻ്റെ ഒരു തലോടലിൻ്റെ വഴി വരുമ്പോൾ നിങ്ങളുടെ മനസ്സും ബോധവും അച്ഛനോടൊപ്പമോ അമ്മയുടെ ഒപ്പമോ ആണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിൽ നിങ്ങളോട് പിണങ്ങി ഗർവിച്ച് കൊഞ്ഞനം കുത്തി ആ കുട്ടിക്കാലത്ത് തന്നെ തപിക്കുന്ന ഒരു രംഗമുണ്ട്. അതാ ഞാൻ കേട്ടല്ലോ, അച്ഛൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു, ഇനി അമ്മൂമ്മയോട് കൂട്ടില്ല. ഈ ശിശു ഒരിക്കലും മരിക്കാതെ നമ്മോടൊപ്പം എന്നും ഉണ്ടാവും. ഈ ശിശു വളർച്ചയ്ക്കൊപ്പം വളർന്ന് അതിൻ്റെ എല്ലാ ക്രൗര്യഭാവങ്ങളോടും നിൽക്കുമ്പോൾ ആത്മലോകത്തേക്ക് നമുക്ക് പ്രവേശനവും ഉണ്ടാവില്ല. ഈ ശിശു നിഷ്കളങ്കതയുടേതല്ല. ഇത് ശൈശവ സഹജമായ നിഷ്കളങ്കത എന്നല്ല, ഇത് നമ്മുടെ വാസനാജന്യമായ നമ്മോട് തന്നെയുള്ള കൊടും ക്രൂരതയാണ്. തിരിച്ചറിയാനാവുന്നില്ല.
തിരിച്ചറിയാനാവുന്നില്ല. ഞാൻ സമ്മതിക്കുകയോ എന്നല്ല പറഞ്ഞേ. ഭർത്താവ് ഒരു പണിയൊക്കെ കാണിച്ച് ഓടി വന്ന് ഭാര്യയോട് വിളിച്ചിരുത്തി സൗമ്യമായി തന്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ്, സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിനിടയിൽ അല്പം ലോജിക്കിന്റെ തലങ്ങളിലേക്ക് ഭാര്യ ഉണരുന്നു. അതെല്ലാം കേൾക്കുകയും ശരിവെക്കുകയും എന്നതിനപ്പുറം ഭാര്യ അല്പം ലോജിക്കിന്റെ തലങ്ങളിലേക്ക് ഉണർന്ന് നിങ്ങൾക്ക് ആ സമയത്ത് പറ്റിയത് എന്നൊന്ന് ചോദിച്ചു പോയാൽ, എനിക്ക് പറ്റൊന്നും പറ്റിയിട്ടില്ല, ഞാൻ അത്ര വലിയ ദുഃഖത്തിലൊന്നുമല്ല, നിന്റെ തന്തയായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ശരിയല്ല? a sudden twist. ഇപ്പം മറ്റുള്ളവരിലെ ഉണ്ടെന്ന് കണ്ടില്ലേ? നമ്മളുടെയൊക്കെ ഉപദേശം തേടാൻ വന്നവരിലെല്ലാം ഉണ്ടെന്ന് നമ്മളിപ്പോ കണ്ടില്ലേ? ഇതൊന്ന് തിരിച്ച് ഇത് നമ്മളിലുണ്ടെന്നൊന്ന് കണ്ടേ. അതാണ് നമ്മളിലെ ശക്തി. അതിൽ നിന്നാണ് ഈ ആത്മാവിനെ ഉദ്ധരിക്കേണ്ടത്. ആ ബിന്ദുവാണ് ഈഗോയെ തിരിച്ചറിയുന്നത്. ഇങ്ങനെ നോക്കിക്കാണാം. ദേശത്തിന്റെ പരിക്ലിപ്തിയിൽ നിന്ന് ദേശകാലത്തിന്റെ സൂക്ഷ്മലോകങ്ങളിലേക്ക് ഉണരുകയും കാലത്തിലേക്ക് തന്നെ പരിണമിപ്പിക്കുകയും കാലാവസ്ഥിതമായിരിക്കുന്ന തന്റെ ബോധവും തന്റെ കർമ്മവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയുകയും കാലത്തെ അതിജീവിക്കുന്ന ഒരു സത്യമാണ് ഞാനെന്നും കർമ്മം അപ്പോഴപ്പോൾ വരുന്ന എന്റെ അജ്ഞാനത്തിൽ ആവൃതമാണെന്നും അതിന്റെ കാരകത്വം കാലത്തിനും ദേശത്തിനും മാത്രമാണെന്നും ആ കാല ദേശങ്ങളുടെ തുടർച്ചയിലാണ് ഞാൻ എൻ്റെ കർമ്മങ്ങളെ കൊണ്ടുപോയതെന്നും അതിൽ ഞാൻ ഒരിക്കലും മമതയുള്ളവൻ ആയിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിൽ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ സ്വതന്ത്രനാകുന്നു. ഇത്രയേ ഉള്ളൂ സ്വാതന്ത്ര്യത്തിന്റെ ദൈവശാസ്ത്രം. ഇതാണ് പരമ്പൊരുളിനെ അറിയാനുള്ള വഴി. ഇത് വിചാരം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇത് മറ്റു വഴികൾ കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് ആളുകൾ പറയുന്നു എന്നത് ആലോചിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. കുറെ കാലം തലയും കുത്തി നിന്നാൽ ഇത് സാധ്യമാവുമോ? ഈ വിചാരം ഉണ്ടാവുമോ? കുറെ കാലം പുല്ലും വൈക്കോലും തിന്നാൽ ഈ വിചാരം ഉണ്ടാവുമോ? കുറെ കാലം പട്ടിണി കിടന്നാൽ ഈ വിചാരം ഉണ്ടാവുമോ? കുറെ കാലം എല്ലാം കൂടെ ആഹരിച്ചാൽ ഈ വിചാരം ഉണ്ടാകുമോ? കുറെ കാലം ചന്ദനം തൊട്ടതുകൊണ്ട് ഇതുണ്ടാവുമോ? കുറെ കാലം ആനാവെള്ളം കലക്കി ദേഹത്തൊഴിച്ചതുകൊണ്ട് ഇത് സാധ്യമാവുമോ? സ്വമതങ്ങൾക്ക് ഒരിക്കലും ഇത് തരാനാവില്ല. ഇതിന്റെ സംശുദ്ധമായ വഴി തിരിച്ചറിയുന്ന ഒരുവനിൽ നിന്ന് കേൾക്കാനാവും. അവിടെ കഴിഞ്ഞാലുള്ളതെല്ലാം സ്വന്തം പണിയാണ്. അയാൾക്കും ഒന്നും ചെയ്യാനാവില്ല. അവിടെ വരെ ആധ്യാത്മിക സാധനയുടെ ഈ ലോകത്തിന് പ്രസക്തിയുള്ളൂ. കേൾക്കുന്നിടം വരെ മാത്രമേ ആ ബന്ധമുള്ളൂ. Then and there, in space and time, it ends. And it ends forever. ഇത്രയും ശുദ്ധമാണ് ഈ അസ്പർശയോഗം. ഒന്നിന്റെ പേര് തന്നെ അസ്പർശയോഗമെന്നാണ്. അസ്പർശയോഗോ നാമ. ആ പശ്യതോ മുനെ എന്നതിൽ ഈ അസ്പർശയോഗമാണ് തിരിച്ചറിയുന്നത്. അസ്പർശയോഗോ വൈ നാമ സർവസത്വസുഖോഹിത അവിവാദോ അവിരുദ്ധശ്ച ദേശിതത്വം നമാമ്യഹം. ഞാൻ എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൗഡപാദ കാരിക ഞാൻ എടുത്തത് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? ഗൗഡപാദന്റെ കാരികയില് വളരെ ഭംഗിയായി ഇത് പറയുന്നുണ്ട്. അസ്പർശയോഗോ വൈ നാമ സർവസത്വസുഖോഹിത
അവിവാദോ അവിരുദ്ധശ്ച ദേശിതത്വം നമാമ്യഹം. ആ ദേശീകനായിക്കൊണ്ട് ആ ബ്രഹ്മത്തിൽ മാത്രാസ്പർശം, ഇന്ദ്രിയ സ്പർശമില്ല, തന്നെ വിവാദസ്പർശമില്ല, വിരോധസ്പർശവുമില്ല. അതിനാൽ ബ്രഹ്മസ്വഭാവം ഉള്ളതിനാൽ ബ്രഹ്മയോഗം, അസ്പർശയോഗം അത് സുഖം ഏവം ഹിതമാകുന്നു. അതിൽ യാതൊരു വിവാദവും ഇല്ലാത്തതാകുന്നു, അതിൽ യാതൊരു വിരോധവും ഇല്ലാത്തതാകുന്നു. അതുകൊണ്ട് എത്ര വിരോധമുണ്ടോ, എത്ര വിവാദമുണ്ടോ അത് സ്വപ്നം, അന്യഥാഗ്രഹണം. സ്വപ്നത്തിലും ജാഗരണം നടക്കുന്നു. സാകാരവും നിരാകാരവും തുടങ്ങിയ വിവാദങ്ങളും കൂടി സ്വപ്ന ജാഗരിതമാവുന്നു. എന്തുകൊണ്ടെന്നാൽ പരമാർത്ഥ തത്വം വാണിയുടെ വിഷയമല്ല, വാക്കുപോലുമില്ല. ഇത്രയും പഠിച്ചാൽ പണി എളുപ്പമായി. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇത്രയും കേൾക്കുമ്പോൾ സുഖമുണ്ടോ? ബാക്കി എല്ലാം വലിച്ചെറിയും. കുറെ കഴിയുമ്പോൾ എല്ലാം മാറി മാറി പരീക്ഷിക്കുകയും ചെയ്യും. തടി തുളച്ചൊരു കാര്യം ചെയ്യാൻ നോക്കി പറ്റാതെ വന്നാൽ 5000 രൂപ കൊടുത്ത് വാങ്ങിച്ച തടി നിസ്സാരമായി വലിച്ചെറിഞ്ഞ് ഇരുമ്പ് വാങ്ങിച്ചുകൊണ്ടെന്ന് തുളയ്ക്കും. നന്നായി കഴിച്ചു. ശരിയല്ല? വലിയ വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലവും വീടും തന്റെ ഉദ്ദേശവും ലക്ഷ്യവും സാധിക്കാത്തൊരു ദിവസം വളരെ നിസ്സാരമായ വിലയ്ക്ക് വലിച്ചെറിയും. കേരളത്തിലെ വീടുകൾ, കേരളത്തിൽ ഇന്ത്യക്കകത്തെ വീടുകൾ, ഇന്ത്യക്ക് പുറത്തെ വീടുകൾ, ഇന്ത്യക്കകത്തെ ആശ്രമങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, ആരാധനാലയങ്ങൾ ഇവയൊക്കെ വിറ്റിട്ടുണ്ട് മനുഷ്യൻ. ദൈവത്തെ ആരെങ്കിലും വിൽക്കുവോ? ചോദ്യം മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല. വിൽക്കുവോ? വീടും പറമ്പും ഉണ്ടാക്കി അതിനകത്ത് പൂജാമുറിയും കൽപ്പിച്ച് അതിൽ നിത്യപൂജയും ചെയ്ത് കഴിഞ്ഞവൻ ഒരു സുപ്രഭാതത്തില് വീടും പറമ്പും വിൽക്കാം, അത് ദൈവത്തെ കൂടെ വിൽക്കുന്നുണ്ട്. ശരിയല്ല? 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 അവൻ ആരാധിച്ച സ്ഥലത്തോട്, അവന്റെ ആരാധ്യ ദേവതയോട്, അവന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥികളോട്, അത് എരിഞ്ഞടങ്ങിയ മണ്ണിനോട് ഒക്കെയുള്ള മമതയ്ക്ക് ഒരു തലം വരെയേ പോക്കുള്ളൂ. അതിനപ്പുറം അതൊക്കെ പോവും. തീരെ പറ്റാത്ത മമതയാണെങ്കിൽ അതിലെ ബുദ്ധിമാൻ കണ്ടുപിടിക്കും. ഇതെടുത്ത് ആവാഹിച്ച് തിരുനെല്ലിയിൽ എത്തിച്ച് കഴിയുമ്പോൾ ഇനി അച്ഛൻ നിന്നെ പിടികൂടുകയില്ല, ഇനി മാറാം. ഇതിനോട് ഒരു 50,000 രൂപ കൊണ്ട് ഒഴിപ്പിക്കാവുന്ന ബാധയേ ഉള്ളൂ തന്തയായിട്ടുള്ളത്. ഇതല്ല. ഒരു ദിവസത്തേക്ക് ഒരു കൈക്രിയയും കാണിച്ച് 25,000 രൂപയും കൊടുത്താൽ ഏതെങ്കിലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പ്രായത്തിലാണ് ഹിന്ദുവിന്റെ ഈശ്വര സങ്കല്പങ്ങൾ. അത്രയും യു കൺ ഫോളോ. ഏതമ്പലത്തിലെ ഏത് വിഗ്രഹവും ഒരു തന്ത്രിക്ക് ജലാധിവാസത്തിന് വിട്ടാൽ അതുവരെ അതിന്റെ ഓണർഷിപ്പിൽ ഇരുന്നവൻ എല്ലാ പാപത്തിൽ നിന്നും മോചനം നേടി. പാവം അത് വെള്ളത്തിൽ, ഇവൻ കരയ്ക്കും. ഞാൻ പറയുന്നൊക്കെ സർപ്പൊന്നുമല്ല. മഹാവിഷ്ണുവും സദാശിവനും സുബ്രഹ്മണ്യനും അല്ലേ? എല്ലാം എത്രയേ ഉള്ളൂ. കൂർത്തുമൂർച്ചയുള്ള ലോജിക്ക് കൊണ്ട് കളിക്കുന്ന എല്ലാ കളികളും ഇവിടെ അസ്തമിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഇവിടെ അസ്തമിക്കുന്നു. എല്ലാ സങ്കല്പനങ്ങളും ഇവിടെ അസ്തമിക്കുന്നു. അതേസമയം അവയുടെ എല്ലാം സൂക്ഷ്മഭാവമായ കാലം അതിൽ നിന്ന് ഉയർന്നു വരികയും അതെല്ലാം ചാരുതയോടെ
സമീചീനമായി അവിടെ തന്നെ നിലകൊള്ളുകയും ചെയ്യും. ഒന്നിനെയും നിഷേധിക്കേണ്ടതുമില്ലാതെ വരുന്നു അവിടെ. ഈ ഒരു തിരിച്ചറിവോടുകൂടി ഒന്നും നിഷേധിക്കേണ്ടാത്ത അല്ലാത്തതെല്ലാം എന്താണ് ഇരുന്നോളൂ, സുഖമായിട്ടുന്നോളൂ. അല്ലാത്തതെല്ലാം സ്വീകരണത്തിന്റെയും നിഷേധത്തിന്റെയും മാറി മാറിയുള്ള ലോകങ്ങളിലാണ്. ഒന്നിനെയും സ്വീകരിക്കാത്തവന് ഒന്നും ഉപേക്ഷിക്കാനുണ്ടാവില്ല. എന്തെങ്കിലും സ്വീകരിച്ചുവെങ്കിൽ അതൊരിക്കൽ ഉപേക്ഷിക്കേണ്ടി വരും. സ്വീകരിക്കാനുമില്ല ഉപേക്ഷിക്കാനുമില്ലാത്ത ഈ അസ്പർശയോഗം ഇത് പഠിച്ചതല്ല. ഇത് ഗൗഡപാദൻ കാരികയിൽ പറയുന്നതാണ്. ഗീതയിലെ ഈ ശ്ലോകം കാരിക കൊണ്ടല്ലാതെ ശുദ്ധമായി പഠിക്കാനും പറ്റില്ല. ഈ ശ്ലോകം അസ്പർശയോഗത്തിന്റെ നിർദ്ധാരണ തന്ത്രം ഉൾക്കൊള്ളുന്നതാണ്. ബാക്കിയൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പൊ ഇനി അതിനെ ആ വിവാദത്തെ ഒന്നുകൂടെ നോക്കാം. അപ്പൊ സ്വപ്നവും ജാഗരണവും ഒക്കെ അവിടെ പോയി. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നിവിടെ ശ്രുതിയും പറയും. വേദവാണി അവിടെ വാണി എത്തുന്നില്ല. വിവാദത്തിന് പിന്നെ സ്ഥലമില്ല. വാക്കെത്താത്തടത്ത് വാദമുഖങ്ങളില്ല. വിവാദം നടത്തുന്നവർ വിവാദം നടത്തുക സ്വപ്ന ദ്രഷ്ടാക്കളുടെ കാര്യമാണ്. വിവാദം ജാഗ്രതയിലില്ല. കാരണം ജാഗ്രത സംഭവിച്ചത് പിന്നെ വിവാദമില്ല. വളരെ രസമാണ് പഠിക്കാൻ. അജ്ഞാനത്തിൽ വിവാദമില്ല, ജ്ഞാനത്തിലും വിവാദമില്ല. അജ്ഞാനത്തിൽ വിവാദമില്ല. കർമ്മം അങ്ങ് നടക്കുക, നടന്നു, അത് സത്യമാണ്. ആ കർമ്മം നടന്നു. ഗോപാലൻ രാമകൃഷ്ണനോട് കയർത്തു. രാമൻ ഗോപാലകൃഷ്ണനെ തല്ലി. ശങ്കരൻ രാമനോട് സൗമ്യമായി സംസാരിച്ചു. കൃഷ്ണൻ ശങ്കരനെ തലോടി. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇവയിലെല്ലാം രണ്ട് സ്വപ്ന ദ്രഷ്ടാക്കൾ പങ്കെടുത്താൽ ആ സംഭവം വേണമായിരുന്നത് എങ്ങനെയായിരുന്നു എന്നതിലാ വാദവും വിവാദവും. മനസ്സിലായില്ല. ഭർത്താവ് സൈക്കിളിൽ നിന്ന് വീണു. ഭാര്യ തന്റെ വീതം വിറ്റു. ഇത് അതേപടി സംഭവിച്ചു. സംഭവിച്ചതിൽ ഇനി വിവാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. സംഭവത്തെ എൻ്റെ മനസ്സിന്റെ സ്വാപ്നിക തലങ്ങളിൽ ദേശമായി പ്രക്രിയാപൂർവം സ്വീകരിക്കുമ്പോൾ അത് എനിക്ക് സ്വീകാര്യമല്ലാതെ വരുന്ന സ്വപ്നത്തിൽ മാത്രമാണ് വിവാദങ്ങൾ. വിവാദം, അജ്ഞാനം, കടുത്ത സ്വപ്നാടക ഭാവത്തിന്റെ പരമ്പരാശ്രിത സ്വഭാവം മാത്രമാണ്. ശരിയല്ല? ശരിയല്ല. എവിടെയൊക്കെ വാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ
എവിടെയൊക്കെ നിങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ നിങ്ങൾ വിപരീത ദിശയിൽ എത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം സ്വപ്നത്തിന് പങ്കുണ്ട്, ജാഗ്രത്തിന് പങ്കില്ല. അച്ഛൻ അങ്ങനെ ഇരിക്കരുതായിരുന്നു, അച്ഛനിരുന്നു. അച്ഛനോടിനി എനിക്ക് ബന്ധമില്ല. അമ്മ അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത്, എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനാവില്ല. സോ ഗുഡ് ബൈ. ഒരു ഭർത്താവ് ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. മതി, ഈ കാലമാടന്റെ ഇടയിൽ നിന്ന് എന്നെ കെട്ടിയെടുത്താൽ മതി. അല്ലേ? ശരിയല്ല? ഇതെല്ലാം എവിടെയാ വരുന്നത്? സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ മാത്രം, ജാഗ്രതയിലില്ല. യാഥാർത്ഥ്യം, ആത്മബോധം അവിടെ ഒട്ടുമില്ല. വ്യവഹാരം, ലോകം അവിടെ നടന്നു കഴിഞ്ഞു. ഇനി യാതൊരു കാര്യവുമില്ല. നടക്കരുതായിരുന്നു എന്നതിലാണ് സ്വപ്നം. എത്ര കണ്ട് സ്വപ്ന നിയമങ്ങൾ കൂടുന്നുവോ അത്ര കണ്ട് അഴിമതിയും അക്രമങ്ങളും അതിക്രമങ്ങളും കൂടും. സ്വപ്ന നിയമങ്ങളിലാണ് ലോകമോടുന്നത്. സ്വപ്ന നിയമങ്ങൾക്ക് സ്വപ്നം കൊണ്ടുള്ള മറികടക്കൽ മാത്രമാണ് യുക്തി. സ്വപ്ന നിയമങ്ങൾക്ക് സ്വപ്നം കൊണ്ട് മറികടക്കാനുള്ള പദ്ധതികളാണ് മാനവന്റെ യുക്തികൾ. അത് മനസ്സിലായില്ല? 100%. രാവിലെ മുതൽ എറണാകുളം ഹൈക്കോർട്ടിൽ പോയി വാദം നടക്കുമ്പോൾ ഇരുന്ന് നോക്കുക. വ്യക്തമായി നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് കൊല ചെയ്തവൻ കൊലയാളിയല്ലെന്ന് സ്ഥാപിച്ച് ശമ്പളം വാങ്ങിക്കുന്ന ഒട്ടേറെ ആളെ കാണാം. ഒരാൾ പരസ്യമായി പറഞ്ഞു, ഞങ്ങളുടെ അടുക്ക കൊലയാളികൾ വരും. ഇതുവരെ ആരും അങ്ങനെ പരസ്യമായിട്ട് പറയാൻ തന്നെ ഇടം കാണിച്ചില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ തമ്മിൽ അങ്ങനെയാണെന്ന് തോന്നുന്ന പരിപാടി നിങ്ങളിതൊന്നും കാണാറില്ല. ഞാനാണെങ്കിൽ ഒന്നും വിടുകയില്ല. പ്രസിദ്ധനായ ഒരു അഡ്വക്കേറ്റ് മിസ്റ്റർ ഹക്കീം എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നമ്മൾ തമ്മിൽ എന്ന പരിപാടിയിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് നീതിയോടും സത്യത്തോടും ധർമ്മത്തോടും ഇത്രയേറെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങളായിരുന്നില്ലേ ഇതിന്റെ ലീഗൽ അഡ്വൈസർ? ഇതൊക്കെ ചെയ്യാൻ ഉപദേശിച്ചത് നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ? അത് നിങ്ങളല്ലേ ട്രസ്റ്റാണെന്ന് പറഞ്ഞ് ഗ്രാൻഡൊക്കെ ഒപ്പിച്ചു കൊടുക്കാൻ ഒരുങ്ങിയത്? അതിനുള്ളൊരു മറുപടിയുണ്ട്. ഞങ്ങളുടെ അടുക്ക കൊലപാതകികൾ വരും, കൊല ചെയ്തിട്ട് ഇത് ഞങ്ങളുടെ തൊഴിൽ മാത്രമാണ്. മനസ്സിലായില്ല? അപ്പൊ അത് രക്ഷിക്കാനുള്ള ലോജിക്കുകൾ സ്വപ്നത്തിലാണ് രൂപാന്തരപ്പെടുന്നത്. സ്വപ്നത്തിൽ ആവിർഭവിച്ച് സ്വപ്നത്തിൽ നിലനിന്ന് സ്വപ്നത്തിൽ അസ്തമിക്കുന്നത് മാത്രമാണ് ഈ ലൗകിക യുക്തികൾ. അതുകൊണ്ട് ഒന്നുകിൽ ഇതൊന്നും നടന്നിട്ടില്ല, ഇല്ലെങ്കിൽ നടക്കുന്നത് സ്വപ്നത്തിലാണെന്നെങ്കിലും തിരിച്ചറിയുന്നവന് മാത്രമേ സ്വസ്ഥതയുണ്ടാവും. ക്ലിയറായി? എല്ലാ ലോജിക്കും
ഇതൊക്കെ മറികടത്തിയാണ് പരമാർത്ഥജ്ഞാനത്തെക്കുറിച്ച് ശങ്കരാദ്യന്മാർ പറഞ്ഞത്. അതിൽ നിലകൊണ്ടുകൊണ്ടല്ലാതെ ഈ ലോകം അപഗ്രഥിക്കാനേ ആവില്ല. ഒരു ലോകത്തിന് അനേക സത്യങ്ങൾ ഉണ്ടാവില്ല. അനേക സത്യം എന്നത് തന്നെ അസത്യം എന്നതിൻ്റെ പ്രകടമായ വ്യാഖ്യാനമാണ്. സത്യമേകമാണ്, അദ്വയമാണ്, അനാദിയാണ്. ഇത് മനസ്സിലാക്കി തരുന്നു ശ്രുതിവാണി. വിവാദം നടത്തുന്ന സ്വപ്നദ്രഷ്ടാക്കളുടെ കാര്യമാണിത്. അവർ പരിച്ഛിന്ന തത്വത്തെ പരമാത്മാവെന്ന് കരുതുന്നു. അവരും സംസാര വിഷയത്തിൽ സുപ്തനായി പശ്യത മുനിക്കൊപ്പം അല്ല. അവര് സംസാര വിഷയത്തിൽ സുപ്തനായ പശ്യതോ മുനെ എന്ന അളവിലല്ല. അവരജ്ഞാനത്തിൽ തന്നെയാണ്. അവർ സംസാരത്തിൽ ജാഗൃതമാണ്. അവർ സംസാരത്തിൽ സുപ്തരല്ല. എന്നാൽ പരമാത്മാവിൽ സുപ്തർ. എന്തെന്നാൽ പരിച്ഛിന്ന തത്വത്തിൽ പരമാത്മാവിനെ അവർ മാനിക്കുന്നു. പരിച്ഛിന്നമായ ദേശത്തിൽ ആത്മാവിനെ മാനിക്കുന്നത് കൊണ്ടാണ് സ്വപ്നമുണ്ടാകുന്നത്. സത്യം തന്റെ സങ്കല്പങ്ങളിലാണെന്ന് അവർ ഭ്രമിക്കുന്നു. അവരന്റെ സങ്കല്പനങ്ങൾ അസത്യമാണെന്ന് അവർ ജൽപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ല? മകനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അരുതെന്ന് പറയുന്ന അച്ഛനും പോകണമെന്ന് നിർബന്ധിക്കുന്ന മകനും രണ്ട് സ്വപ്നങ്ങളിലാണ്. മനസ്സിലായി? രണ്ടും സ്വപ്നമാണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സത്യവും ഏതെങ്കിലും ഒന്ന് അസത്യവുമാണെന്നത് ജൽപ്പനം മാത്രമാണ്. ഏതവസാനം നടക്കുന്നുവോ അതാണ് വ്യവഹാരം. ശരിയാകട്ടെ തെറ്റാകട്ടെ. അതാണ് വ്യവഹാരത്തിലെ ശരി. ഇങ്ങനെ ജീവിക്കാൻ അല്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കഴിയില്ല. അതേ പറ്റില്ല. കാരണം കുറച്ച് വിദ്യാഭ്യാസം നേടിയവന്റെ മകൻ കോളേജിൽ നിന്ന് കലണ്ടറോ സിലബസിന്റെ പുസ്തകമോ കൊണ്ട കാണിച്ചിട്ട് 5000 രൂപ 6000 രൂപയും വാങ്ങാൻ പറ്റില്ല. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത അച്ഛനാണെങ്കിൽ കലണ്ടർ വന്നിട്ടുണ്ട്, 5000 രൂപയാണ് ഇപ്പൊ കൊടുക്കേണ്ടത്. കലപ്പയോ നുകമോ കാളയോ വിറ്റിട്ട് ആ കാശ് കൊണ്ട് കൊടുക്കും. മോൻ പഠിച്ചാൽ മതി. ശരിയാണ്. ആ അച്ഛന് സ്വസ്ഥതയുണ്ട്, കൺഫ്യൂഷനും ഇല്ല. ശരിയല്ല? ശരിയല്ല? ആകെ വേണ്ടത് സ്വസ്ഥതയാണ്. അയാൾക്ക് നാട്ടോട്ട് ഇപ്പൊ അത്ര വലിയ ഗംഭീരമായ ജീവിതമൊന്നും അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ പോയാലും അയാൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ശരിയാണ്. മറ്റൊന്ന് വിവരമുള്ളതുകൊണ്ട് 10 രൂപ പോകാതിരിക്കാൻ 50 രൂപ കടം വാങ്ങിക്കും. അവസാനം എല്ലാം കൂടെ ഒലിച്ചു പോകുമ്പോ ശരിയാവും. ശരിയാണ്? ശരിയാണ്? ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഈ ലോകം വളരെ വിചിത്രമാണ്. ഈ ലോകത്തെ അതിന്റെ തലത്തിൽ പഠിച്ചാൽ ഇത് വളരെ വിചിത്രമാണ്. അപ്പൊ അവർ സംസാരത്തിൽ തൃപ്തരല്ല, എന്നാൽ പരമാത്മാവിൽ സുപ്തർ. എന്തെന്നാൽ പരിച്ഛിന്ന തത്വത്തിൽ അവർ പരമാത്മാവിനെ മാനിക്കുന്നു. സംസാര വിഷയോപഭോഗത്തിൽ കാമന പുലർത്തുന്നു. അവർ പരമാത്മാവിനെ ഭജിക്കുമ്പോഴും ധനധാര
സുതാദികൾക്കു വേണ്ടി കാമിക്കുന്നു. ധനം, ദാരങ്ങൾ, സുതന്മാർ ഇവയ്ക്ക് വേണ്ടി കാമിക്കുന്നു. അവ എതിർച്ചയാ വന്നു ചേർന്നാൽ സുഖമാണ്, കാമിച്ചിട്ട് വന്നാൽ ദുഃഖമാണ്. എത്ര ക്ലേശിച്ച് എത്ര കാമിച്ചൊരു വസ്തു നേടുന്നുവോ വല്ലാത്ത ദുഃഖമാണ്. നിങ്ങൾ ചിലർ ക്ലേശിച്ച് ഇത് പഠിക്കാൻ വന്നിരിക്കും. ഞാൻ ആദ്യം പോലെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വന്നേക്കരുത്. ഒരുപാട് ലാഘവത്തോടെ മാത്രമേ ഇതൊക്കെ പഠിക്കാവൂ. ക്ലേശിച്ച് പഠിച്ചാൽ നിങ്ങൾക്കും ഇത് ഉറക്കിയല്ല, മറ്റുള്ളവർക്ക് നിങ്ങൾ ഇതൊട്ട് പറഞ്ഞു കൊടുക്കത്തുമില്ല. കാരണം ക്ലേശിച്ച് നേടിയതൊന്നും കൈവിടാനാവില്ല. ലാഘവത്തോടെ മാത്രമേ ആത്മവിദ്യ പഠിക്കാവൂ. വളരെ ലാഘവത്തോടെ പഠിക്കുമ്പോഴേ പഠിപ്പുറയ്ക്കൂ. ലോകത്തിലെ ഏറ്റവും അയത്നലളിതമായ പാരസ്പര്യം ഗുരുശിഷ്യ പാരസ്പര്യമാണ്. അത് ശിഷ്യനിൽ മാത്രം നടക്കുന്നതുമാണ്. അസ്പർശയോഗത്തിലെത്തിയ ഗുരുവിന് പങ്കില്ലാത്തതാണ്. അതുകൊണ്ടത് ഏകമുഖമാണ്. ഗുരു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശിഷ്യനിൽ മാത്രമേ ഉള്ളൂ, ഗുരുവിലില്ല. മനസ്സിലാകുമോ ആവോ? ഗുരുവിൽ ഗുരുവിനെ തേടി നടക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഘർഷം. ശിഷ്യസ്തേഹം ശാധിമാം എന്ന് പറയാം. നീ എന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ കയ്യിലുള്ളതും കൂടെ പോയി എന്ന് തീരുമാനിച്ചാൽ. കാരണം ആ പറച്ചിലിൽ അഹന്തയുണ്ട്. ഇനി അയാളിൽ നിന്നൊന്നും പഠിക്കാനില്ല, വല്ല ചിട്ടിയും മുതലിക്കാനുള്ള പണിയേ ഉള്ളൂ. വല്ലപ്പോഴും നിങ്ങൾക്ക് ചിട്ടി മുതലിക്കേണ്ടി വരുമ്പോഴാണ് ഞങ്ങളെയൊക്കെ സമീപിക്കേണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ പറയും, നീ എൻ്റെ വത്സല ശിഷ്യനാണ്. എപ്പോൾ ഗുരുവിൽ ഗുരുത്വത്തിന്റെ അഭിമാനമുണ്ടാകുന്നുവോ അപ്പോൾ ഗുരു ഗുരുവല്ലാതായിത്തീരും. അസ്പർശയോഗം പിടിയിട്ടുവാവോ? പിടിയിട്ടില്ല. ഗുരു ശിഷ്യനിലേ ഉള്ളൂ. എന്റെ ഗുരു എന്നത് എന്റെ ബോധത്തിന്റെ സങ്കല്പമാണ്. അതെന്റെ ഏകാന്തതയുടെ അനുഭൂതിയുമാണ്. അതെന്റേതും മാത്രവുമാണ്. അമ്മാതിരി ഒരു സങ്കല്പം എപ്പോൾ ജാജ്വല്യമാനമാകുന്നുവോ അപ്പോഴാണ് അറിവിന് ലാളിത്യമുണ്ടാകുന്നത്. അപ്പോഴാണ് അയത്ന ലളിതമായി അറിയുന്നത്. ഇങ്ങനെയൊക്കെയാ ഇത് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഏറ്റവും നല്ല പാരസ്പര്യം ശാസ്ത്രശ്രവണത്തിന് അതാണ് പറഞ്ഞിരിക്കുന്നത്. ധനം, ദാരങ്ങൾ, സുതന്മാർ, ഇതിനൊക്കെയാണ് നാം ഗുരുക്കന്മാരെയും ഈശ്വരന്മാരെയും സമീപിക്കുന്നത്. Am I right? Generally. No, generally. Exceptions are very few. അതുകൊണ്ടൊക്കെ ഞാൻ സമ്മതിക്കുന്നു, എക്സെപ്ഷൻസ് ഉണ്ട്. ജനറലി അല്ല,
ജനറലി ആളുകൾ ക്ഷേത്ര ഉപവാസം, ഈശ്വര ആരാധന, ഗുരുക്കന്മാരുടെ സന്നിധിയിലേക്കുള്ള യാത്ര, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ പോയി കണ്ട് ഒരു പാദപൂജയും കഴിച്ച് തിരിച്ചു വരല്, 1 or 2 പ്രാവശ്യത്തെ സമീപനം, ഒരു വലിയ തലത്തില് ആചാര്യന്മാരെ ആദരിക്കല്, ഇതിലൊക്കെ എങ്ങനെയാണ് ആത്മജ്ഞാനത്തിന്റെ സംപ്രേഷണം ഉണ്ടാവുക? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അവിടെ എൻ്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ സുഖമായിരിക്കാനും, എൻ്റെ ഭാവിയൊക്കെ ശോഭനമായിരിക്കാനും, എൻ്റെ കല്യാണം നടക്കാത്ത മകൾക്ക് കല്യാണം നടക്കാനും, ജോലി കിട്ടാത്ത എൻ്റെ പുത്രനൊരു ജോലി കിട്ടാനും ഒക്കെയല്ലേ ജനം എല്ലാ ആചാര്യന്മാരെയും എല്ലാ ആരാധനാലയങ്ങളെയും ഒക്കെ സമീപിക്കുന്നത്. അറിവിന്റെ മേഖലകൾ ഏതായിരുന്നാലും ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും MLAയും MP യും ഒക്കെ ഇത്തരം ആരാധനാലയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അവിടുത്തെ വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ, അവിടുത്തെ പൂജാരീതിയിലൊക്കെ പങ്കെടുക്കുകയും തൊട്ടുതൊഴുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തൊരാത്മജ്ഞാനമാണ് വിഷയവിശിഷ്ടമല്ലാതെ വിഷയ ഉപഭോഗരചനയ്ക്കപ്പുറം ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ കൈമാറിയിട്ടുണ്ടാവുക. കൂടിക്കാഴ്ചകളിൽ ശിഷ്യന്റെ അധികാരത്തെ ഉറപ്പിക്കുവാനുള്ളൊരു അനുഗ്രഹവും ഗുരുവിന്റെ സ്ഥാപനത്തിന് കൊടുക്കാനുള്ള ഒരു ഗ്രാന്റും ഒപ്പുവെക്കുന്നൊരു കരാറുടമ്പടിക്കപ്പുറം ഞാനും ഒരു മന്ത്രിയുമായുള്ള ഗുരുശിഷ്യ പാരസ്പര്യത്തിന് ആത്മജ്ഞാനത്തിൽ പ്രസക്തി ഉണ്ടാകുമോ? നിങ്ങളെല്ലാവരും ഇരിക്കുന്ന ഒരു വേളയിലേക്ക് ഒരു ഭരണാധികാരിയോ ഒരു വിശിഷ്ട വ്യക്തിയോ എത്തി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ അവിടെ നിർത്തി ഞങ്ങളൊരു മുറിയിലേക്ക് പോയി ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ആധ്യാത്മിക പ്രസ്ഥാനത്തെ ലോകമെമ്പാടും വളർത്തിയെടുക്കുവാൻ പോന്ന ഒരു പ്രക്രിയയ്ക്കുള്ളൊരു കരാറുടമ്പടിക്ക് ഞാൻ ഒപ്പുവയ്ക്കുമ്പോൾ പേപ്പറിലൊപ്പിട്ടല്ല, വാക്കാൽ, തിരിച്ച് ഞാൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും വരുംകാലത്തെ അധികാരവും കൂടെ അദ്ദേഹത്തിന് കിട്ടാനുള്ള അനുഗ്രഹവും നൽകിയെന്ന് മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ അതിലൂടെ എന്നെ ആരാധിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ വോട്ട് ഉറപ്പാക്കി കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആ വലിയ ഉപകാരത്തിന് നന്ദി, അന്യോന്യം ചെയ്യുന്ന ഒരു പാരസ്പര്യത്തിനപ്പുറം ആത്മജ്ഞാനത്തിന്റെ ഏത് പരിപ്രേക്ഷ്യമാണ് ആധുനിക ലോകത്ത്, ലോകമെമ്പാടും മതനിർവിശേഷമായ ലോകത്ത് നടക്കുക? ശുദ്ധമായ MBA മാനേജ്മെന്റിന്റെ തലങ്ങളിലേക്ക് ആധ്യാത്മിക പദ്ധതികൾ തന്നെ വളർന്നു വികസിച്ച് കഴിഞ്ഞിട്ടില്ലേ? ഇതാണ് എന്റെ ചോദ്യം. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ധനധാര സുധാദികൾക്കു വേണ്ടിയാണ് പലപ്പോഴും നമുക്ക് അജ്ഞേയവും ദുർവിജ്ഞേയവുമായ ആധ്യാത്മികതയെ നാം സമീപിക്കുക. ജനതയ്ക്ക് അത് എത്രത്തോളം
അജ്ഞേയവും ദുർവിജ്ഞേയവുമായിരിക്കുന്നുവോ അത്രത്തോളം ഞങ്ങളുടെ കച്ചവടവും മുറുകുമെന്നുള്ളതാണ് വസ്തുത. ശരിയല്ല? ശരിയല്ല? ലോകത്ത് ഈ അറിവൊക്കെ പറഞ്ഞു തന്ന് 50,000 രൂപ 60,000 രൂപ ചോദിച്ചാൽ ഒരു പണി നോക്കാൻ പറയും നമ്മൾ. തീർച്ചയായും ഇത് നേരമൊന്നുമില്ല, ഫ്രീ ആണ്, മറ്റുള്ളതിനേക്കാൾ ഇതുണ്ട്, അങ്ങനെ വരുമ്പോഴോ, അതുമല്ല ഇതൊക്കെ അറിയേണ്ടതാണ്, നേരം ഉണ്ടാക്കി വരേണ്ടി വരുമ്പോഴോ ഞാനും നിങ്ങളും ഒക്കെ ഈ പണിക്കിരിക്കാം. റൈറ്റ്? വളരെ ആഗ്രഹം തോന്നി. അപ്പോ ഇതിന് പോയിരിക്കാം. ഒന്നും നഷ്ടപ്പെടാതിരുന്നാൽ മാത്രമേ ഇതകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുള്ളൂ. ഒന്നും നഷ്ടപ്പെടുവാനോ ലഭിക്കുവാനോ ഇല്ലെങ്കിൽ മാത്രമേ ഇത് പുറത്തേക്ക് വരികയും ചെയ്യുള്ളൂ. മനസ്സിലായില്ലത്? പഠിപ്പിക്കുന്നവന് ഒന്നും ലഭിക്കാനില്ലാത്ത ഒരു മാനസിക തലത്തിൽ മാത്രമേ കേവലമായ ശബ്ദങ്ങൾ സംജാതമാവുകയുള്ളൂ. ഇസ് ഇറ്റ് റൈറ്റ്? ഇസ് ഇറ്റ് റൈറ്റ്? ഇല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റുകളിൽ ഇത് കഴിയുമ്പോഴേക്ക് എത്രയാണ് ഒരുങ്ങിയിരിക്കുന്നത്. അതിനനുസരിച്ച് കഥകൾ പറഞ്ഞ് നിങ്ങളെ ഇരുത്തണം. ഇടയ്ക്കുന്നൊരാൾ ഏറ്റുപോയി കഴിഞ്ഞാൽ ഒരു ദക്ഷിണ കുറഞ്ഞല്ലോ എന്ന ഓർമ്മയിൽ ഏത് സിനിമ പറഞ്ഞാണ് അവനെയും കൂടെ ഇരുത്തേണ്ടത് എന്ന് തീർച്ചയായും ഞാൻ ആലോചിക്കും. റൈറ്റ്? ഇല്ല, ഉറപ്പായിട്ട് ആലോചിക്കും. എന്തോരം കാരണം ഇടയ്ക്ക് രണ്ടുപേർ ഏറ്റുപോവാണ്, വലിയ നഷ്ടമാണ്. അവസാനം എണ്ണുമ്പോൾ 2 തല കുറഞ്ഞു. മാത്രമല്ല ഒരുമാതിരി പാൻസൽ ഷർട്ടൊക്കെ ഇട്ട് നല്ല മാന്യനായ മനുഷ്യനാണ് ഏറ്റുപോയത്. പോക്കറ്റാണെ നിറച്ചുകൊണ്ടായിരുന്നു. ബാക്കി ഇരിക്കുന്ന ഊച്ചാലികളൊക്കെ ദക്ഷിണ ഇട്ടാലും 5 രൂപ 50 പൈസ ഇടുള്ളൂ. എടുക്കാത്ത 1 രൂപയായിരിക്കും കൊണ്ടിടുന്നത്. കനകൻ ടീച്ചറൊക്കെ ദക്ഷിണ ഇടുമ്പോൾ വലിയ കവറിനകത്ത് എടുക്കാത്ത 1 രൂപ ഇട്ട് ചിലപ്പോൾ ഇടും. മനസ്സിലായില്ല? അത് ആ മാന്യനായ മനുഷ്യൻ. ഞാൻ എന്റെ ഉള്ളിലുള്ള വിചാരാ പറഞ്ഞേ, അതില്ലെന്നാ കനകൻ ടീച്ചർ പറഞ്ഞേ. ഉള്ളിലുള്ള വിചാരം ഉണ്ടെന്നാ ഞാനും പറഞ്ഞേ. അപ്പൊ ഒന്ന് ആലോചിച്ച്, അത് അത്രയും വലിപ്പത്തിലേ പ്രതീക്ഷിക്കാം. അപ്പൊ ഏത് അറിവാണ് നാവിൽ വരിക? അറിവ് വരുമോ? അറിവ് വരില്ല. അറിവ് വരില്ല. തൃഷ്ണയുള്ളിടത്തോളം അറിവ് വരില്ല. എനിക്കിവിടെ ഇരുന്നാൽ കുറച്ച് നഷ്ടമാവും. ഇത് തീരാറാവുമ്പോൾ അതിന്റെ അവസാനത്തെ ഒരു ചടങ്ങുണ്ട്. അതാണ് എന്നെ നഷ്ടപ്പെടുത്തുന്ന ചടങ്ങ്. അതിന്റെ സമയമാകുന്നതിന് മുമ്പ് നീ എന്നെ ഒന്ന് തോണ്ടണം, നമുക്ക് പോണമെന്ന വിചാരം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ടാണോ കേൾക്കുക? അല്ല. അപ്പൊ നഷ്ടപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാനാവില്ല. നഷ്ടപ്പെടാനുള്ളതിനേക്കാൾ കിട്ടുമെങ്കിൽ മനസ്സിലായില്ല, കയ്യിൽ നിന്ന് എത്രയും കൊടുക്കാൻ തയ്യാറാവും. നഷ്ടവും ലാഭവും ലൗകികമായതുകൊണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടേണ്ടതും ലൗകികമാണ്. റൈറ്റ്? അതുകൊണ്ട് പുത്രധാര ധനാദികളാണ് കിട്ടേണ്ടത്. മറ്റതിന് അളവും തൂക്കവും നിശ്ചയിക്കാനാവില്ല. അതിനാണ് ലോകമോടുന്നത്. അതിലാണ് ആധ്യാത്മികത കെട്ടിനിന്ന് ദുഷിക്കുന്നത്. പുത്രധാര ധനാദികളെല്ലാം തന്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾക്ക് വിഷയമാണ്, ആധ്യാത്മികതയ്ക്ക് വിഷയമല്ല. എന്നിട്ടും അതിൽ ആധ്യാത്മികതയെ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ സംഭവിച്ചു പോകുന്ന ച്യുതി വളരെ വലുതാണ്. അപ്പൊ ഭഗവാൻ ധനം തരൂ, ഭഗവാൻ പുത്രനെ തരൂ,
ഭഗവാൻ എനിക്കൊരു വീട് തരൂ. മറ്റുള്ളവനെ പ്രലോഭിപ്പിക്കുന്നതും ആത്മജ്ഞാനം കിട്ടുമെന്ന് പറഞ്ഞല്ല. ഗുരുവായൂരപ്പനെ 3 മാസം ഭജിച്ച് 3-ാം മാസത്തിൽ ശയനപ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് ജോലി കിട്ടി, നീയും പൊക്കോ. ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ട് ഞാൻ ഇന്ന് സന്തുഷ്ടനാണ്, ആത്മജ്ഞാനം ലഭിച്ചിട്ടുണ്ട്, നീ ഒന്ന് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ആരാ പോവുക? എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പോകും. ഗുരുവായൂരപ്പന്റെ അടുക്കിലേക്ക് എറണാകുളത്തു നിന്ന് പോകുന്നിടത്തോളം ആളുകൾ രവിപുരം അമ്പലത്തിലേക്ക് പോകുന്നില്ല. കാരണം രവിപുരം അമ്പലത്തിൽ ആത്മജ്ഞാനം കിട്ടും, ഗുരുവായൂരപ്പന്റെ അടുക്കലും ആത്മജ്ഞാനം കിട്ടും. പക്ഷേ ആത്മജ്ഞാനം രണ്ടിടത്തും തുല്യമാണ്. ഗുരുവായൂരപ്പൻ പ്രഭു ആയതുകൊണ്ട് ധനധാര സുതാദികൾ കിട്ടും. രവിപുരത്തപ്പൻ പ്രഭു അല്ലാത്തതുകൊണ്ട് അത് കിട്ടുമെന്ന് ഉറപ്പായിട്ടില്ല. ശരിയല്ല? 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 കിട്ടിയതിന് എണ്ണം കുറവാണ്. മറ്റൊരു പത്രത്തിലൊക്കെ കിട്ടിയതുണ്ട്. ഗുരുവായൂരപ്പന്റെ അടുക്കൽ പോയപ്പോ കിട്ടിയ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും വരെ പേരുകളുണ്ട്. ശരിയല്ല? ശരിയല്ല? എന്താ നിങ്ങൾ പറയുന്നത്? ആ സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ കൈയുടെ കുഴ പോയി. അവിടെ കണ്ടുകൊണ്ടിരുന്ന അയാളുടെ അച്ഛൻ ഒരു മലയാളി കോച്ച് നിമിത്തം പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പന് ബാറ്റ് കൊണ്ട് തുലാഭാരം. പ്രാർത്ഥിച്ചതേ ഉള്ളൂ, കൈനേരെ. സർക്കാർ ആഫീസിൽ സ്വീപ്പറായിരുന്ന ഒരുവന്റെ ജോലി പോയി. അവന്റെ അച്ഛൻ പ്രാർത്ഥിച്ചു, ചൂലുകൊണ്ട് തുലാഭാരം. കഴിഞ്ഞ മാസം നടന്നതാണ്. കഴിഞ്ഞ മാസം നടന്ന പത്രത്തിൽ വായിച്ച ഏത് ചൂലാണെന്നറിയില്ല. ഞാൻ കഴിഞ്ഞ മാസം പത്രത്തിൽ വായിച്ചതാണ്. അതിന്റെ തർക്ക വിതർക്കങ്ങൾ കത്തുകളുടെ ഭാഗത്തുണ്ടായിരുന്നു. ചൂല് തുലാഭാരത്തിന് എടുക്കാമോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇനി സിഗരറ്റ് കൊണ്ട് ആരെങ്കിലും തുലാഭാരം നേർന്നാൽ നടക്കുമോ എന്ന് ചോദിച്ചിട്ട് തർക്കമുണ്ടായിരുന്നു. നിങ്ങളാരും വായിച്ചില്ല? ശരിയാണ്. പത്രം വായിക്കണേ. ആകെ മാട്രിമോണിയൽ മാത്രം വായിക്കുന്ന ഇത് ഞാൻ വായിച്ചതാ. കള്ളൊന്നും പറഞ്ഞല്ല, ഞാൻ പത്രം എടുത്തു തരാം, ഇനി അത്യാവശ്യം വരികയാണ്. ഇത് വലിയ വലിയ തർക്കമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉദാഹരണം പറഞ്ഞു. ഞാൻ പറയുന്ന ഒരു ഉദാഹരണവും കളിപ്പിക്കാനുണ്ടാക്കി പറയുന്നതല്ല, അതെവിടെയെങ്കിലും ഉള്ളത് തന്നെയാ പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് പോകുന്നത്. ഇവിടെയൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ തുലാഭാരം? ആത്മജ്ഞാനം. എന്നാൽ ഇത് തൊട്ടടുത്ത് ചെറിയൊരു അമ്പലമില്ലേ, തിരക്കില്ല, അവിടെ അങ്ങ് തുലാഭാരം നടത്തിയാൽ പോരെ? അവിടെയും തുലാഭാരത്തട്ടില്ലേ? കാരണം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ മാത്രമേ. ഒരു വർഷം ശബരിമലയിൽ വന്നടിയുന്ന ഭണ്ഡാരത്തിനകത്ത് പലപ്പോഴും കൈവിലങ്ങുകൾ വരെ ഉണ്ടാവാറുണ്ട് സ്വർണം കൊണ്ട്. കണ്ടിട്ടില്ല? കോടതിയുടെ വിധിയിൽ നിന്ന് കുറ്റവാളിയെ രക്ഷിക്കുവാൻ, ജഡ്ജിക്ക് മനംമാറ്റമുണ്ടാകുവാൻ അയ്യപ്പൻ സഹായിച്ചതിൻ്റെ ശരിയല്ല ഉപകാരസ്മരണയായിരിക്കില്ലേ ആ സ്വർണ്ണ വിലങ്ങ്? ശരിയല്ല? കാരണം എറണാകുളത്തെ ഏതോ പ്രമാദമായ കേസ് സുപ്രീം കോടതിയിൽ നിന്ന് വെറുതെ വിട്ട വർഷമായിരുന്നു ഈ വിലങ്ങ് കിട്ടിയതെന്നും പത്രത്തിന്റെ അടിക്കുറിപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ആരോ ഒരാൾ കെട്ടും കെട്ടി 18 തേങ്ങയും അടിച്ച് കയറിപ്പോയതായും പറഞ്ഞു കേട്ടിരുന്നു. മനസ്സിലായില്ല?
പറഞ്ഞു കേട്ടിരുന്നു. നമുക്കിങ്ങനെ ഈ കിംവദന്തികളിൽ കേട്ടിരുന്നു. നിങ്ങളോ മറ്റോ ആണോ ഞാനോ മറ്റോ ആണോ എനിക്കറിയില്ല. സോ ഇനി ആലോചിക്കുക, ധനധാര സുതാദികൾക്കു വേണ്ടിയാണ് നമുക്ക് ഓടുന്നത്. ചിലർ ശാസ്ത്രശ്രവണം കൊണ്ട് ഇമാതിരി കാമനകളെ ഉപേക്ഷിക്കുന്നു. ഇനി അവരെ എടുക്കാം, നിങ്ങൾ പറഞ്ഞ കൂട്ടരെ മറ്റവരെ വിടാം. ഒന്നാം ഘട്ടം കഴിഞ്ഞു. ചിലർ ശാസ്ത്രശ്രവണം കൊണ്ട് ഇമാതിരി കാമനകളെ ഉപേക്ഷിക്കുന്നു. എന്നിരുന്നാലും കാമനകളെ സർവദാ ത്യജിക്കുന്നില്ല. വൈകുണ്ഠലോകം, കൈലാസലോകം, അതും കാമനകളല്ലേ? ഈശ്വരീയങ്ങളായ ലോകങ്ങളിലേക്ക് ഉയരാൻ, അതിന്റെ സിദ്ധികളൊക്കെ കൈവരാൻ, അവിടെയും ഇവിടെയുമുള്ള എല്ലാ വസ്തുക്കളും കാമനകൾ മാത്രമല്ലേ? അവിടെയുള്ളവയായാലും ഇവിടെയുള്ളവയായാലും കാമന കാമന തന്നെയാണ്. വൈകുണ്ഠത്തിൽ നിത്യമധുരമായ ഭക്ഷണം, അങ്ങനെയൊക്കെ സങ്കല്പമുണ്ട്. ഇവിടുത്തതും അടുത്തിട്ടുള്ള കാമനയാണ്. മറ്റതിനെയൊക്കെ കുറച്ചുകൂടെ കട്ടി കൂടും കാമനയ്ക്ക്. മറ്റവനിവിടെ ഒരു ഭാര്യ കിട്ടിയാൽ മതി, ഭർത്താവിനെ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. എനിക്ക് സിദ്ധി കിട്ടണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൈവരുന്ന കാമനയാണ്. മനസ്സിലായില്ല? ഇപ്പൊ ആരെങ്കിലും വിളമ്പി തന്നെ കഞ്ഞി കുടിക്കാൻ. ആത്മജ്ഞാനത്തിലേക്ക് പോയി വൈകുണ്ഠലോകങ്ങളിലെത്തിയാൽ ഞാനിങ്ങനെ കൈ കാണിച്ചാൽ ആഹാരമെല്ലാം മുമ്പിൽ വരും. അതിനാ ഞാൻ തലയും കുത്തി നിൽക്കുന്നത്. 2 രൂപ കൊടുത്ത് വാങ്ങിക്കാവുന്നവയെല്ലാം 2 രൂപ കൊടുക്കാതെ മുമ്പിലെത്തുന്നതിനുള്ള പദ്ധതിക്കാണ്. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഒരുത്തൻ ജീവിതകാലം മുഴുവൻ ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടി, അതിനു വേണ്ടുന്ന ആഹാരവും കൊടുത്ത് വസ്ത്രവും കൊടുത്ത്, അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെല്ലാം ചെലവിനും കൊടുത്ത്, അവളുടെ സഹോദരന്മാരും ബന്ധുക്കളും വരുന്നവർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് കണ്ടുകാഴ്ചയും കൊടുത്ത് കഷ്ടപ്പാടോടെ ജീവിക്കുമ്പോൾ ഞാനൊന്ന് കൈ കാണിച്ചാൽ എനിക്ക് ചുറ്റും അപ്സരസുകൾ നൃത്തം ചെയ്യുകയും ഞാൻ കൈ കാണിക്കുമ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്യുന്ന വിധത്തിലായാൽ മനസ്സിലായില്ല? ഈ ചെലവൊക്കെ കുറയുകയും ചെയ്യും. എന്റെ കൈ കൊണ്ട് തന്നെ അതിനാ ഞാൻ തലയും കുത്തി നിൽക്കുന്നത്. ശരിയല്ല? മറ്റത് ഉള്ള നഷ്ടം പോലും ഇല്ലാതെ ലൗകികൻ അനുഭവിക്കുന്നതെല്ലാം അവൻ അനുഭവിക്കുന്നതിനേക്കാൾ ഭംഗിയായി അനുഭവിക്കാനാ. ഇത് ഞാൻ പറഞ്ഞല്ല, ടീച്ചർ വണ്ടി വിടരുന്ന് പറഞ്ഞ അടുക്കയിരുന്ന സ്ത്രീയോട്. അതുകൊണ്ട് ആ ടീച്ചറിനെ തന്നെ മാത്രം മനസ്സിലാകാൻ കാണിച്ചത്. അടുക്കി ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു, തോണ്ടിയിട്ട് ഗീതാ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ കേട്ടതാ. എന്റെ ക്ലാസ്സിലല്ല, പക്ഷെ ഞാൻ ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. കനകൻ ടീച്ചർ തന്നെയാ പറഞ്ഞു. ആരോട് പറഞ്ഞാൽ അവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് വൈകുണ്ഠലോകവും കൈലാസലോകവും എല്ലാം കാമനയുടെ കടുത്ത ലോകങ്ങളാണ്. നമുക്കൊരു ചായ തരാമെന്ന് പറയും. ആ കാമനയും കഴിഞ്ഞോളൂ. എന്നിട്ട് നോക്കാം.